everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് പോവാം. സോ ആദ്യം നമ്മൾ ബോട്ടണി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 മാർക്സിനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബോട്ടണിയിലേക്ക് പോകാം. ഓക്കെ, സോ അതിനേക്കാളും മുന്നേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് ബോട്ടണി പേപ്പർ ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ബോട്ടണി പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. യെസ്, so fill in the blanks. Dark reaction takes place in dash of the chloroplast. In this phase, the photosynthesis light is not required. So light ആവശ്യമില്ലാത്ത ആ ഒരു എന്താ റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കും അല്ലെ, ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കും. അതല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ എന്ന് വിളിക്കും. അതും അല്ലെങ്കിൽ കെൽവിൻ സൈക്കിൾ എന്ന് വിളിക്കും അല്ലെ. സോ കെൽവിൻ സൈക്കിൾ എന്ന് വിളിക്കും. സോ ഇങ്ങനെ വേറെ വേറെ പേരുകളുണ്ട് അല്ലെ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്, ക്ലോറോപ്ലാസ്റ്റിലെ ഏത് ഭാഗത്തിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് റിയാക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസിൽ നടക്കുക. ഒന്നിന്റെ പേര് ലൈറ്റ് റിയാക്ഷൻ അല്ലെ. ലൈറ്റ് റിയാക്ഷന് ലൈറ്റ്, അതായത് സൺലൈറ്റിന്റെ ആവശ്യം വളരെ എസെൻഷ്യൽ ആണ്. അവിടെ നടക്കുന്നുള്ളത് ATP ആൻഡ് NADPH പ്രൊഡക്ഷൻ ആണ് അല്ലെ. സോ ഈ ഒരു മോളിക്യൂളിന്റെ പ്രൊഡക്ഷൻ ആണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്. അതിന് ആരുടെ ആവശ്യം വളരെ എസെൻഷ്യൽ ആണ്? ക്ലോറോഫിൽ പിഗ്മെന്റ്. ആ ക്ലോറോഫിൽ പിഗ്മെന്റ് എവിടെയാണുള്ളത്? ഗ്രാന. സോ ഡാർക്ക് റിയാക്ഷൻ എവിടെയാണ് നടക്കുക? ക്ലോറോപ്ലാസ്റ്റിന്റെ ഏത് ഭാഗത്തിലാണ് നടക്കുക? ഡാർക്ക് റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? സ്ട്രോമ. ഓക്കെ, സോ സ്ട്രോമയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഡാർക്ക് റിയാക്ഷൻ കാണാൻ പറ്റുന്നത്. സി, ഇതുപോലെ നമുക്കൊരു ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ഇവിടെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് ഗ്രാനാസ് കാണാൻ പറ്റും അല്ലെ, ഈ ഗ്രാനാസ് എല്ലാം ഇന്റർ കണക്റ്റഡും ആണ് അല്ലെ. സോ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്. സോ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ആ ലിക്വിഡ് പോലെ സെമി ലിക്വിഡ് സ്ട്രക്ചറിനെയാണ്, ഈ ഒരു സെമി ലിക്വിഡ് കാര്യമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോമ എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രോമയിലാണ് എന്ത് നടക്കുന്നുള്ളത്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നുള്ളത്. ഓക്കെ, സോ ഡാർക്ക് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. യെസ്, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Are diatoms the chief producer in the ocean? Evaluate this statement. So diatoms എന്ന് പറയുന്നത് ചീഫ് പ്രൊഡ്യൂസർ ആണോ, ഓഷനിലെ ചീഫ് പ്രൊഡ്യൂസർ ആണോ? ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. യെസ്, diatoms are the chief producer of the ocean. സോ എങ്ങനെയാണ്? സോ ഡയറ്റംസ് ആർ യൂസ്ഫുൾ ടു അസ് ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. സോ അത് ചത്തുപോയിട്ടുണ്ടെങ്കിലും അതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. സോ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൽ വാൾ എന്ന് പറയുന്നത്, ഓക്കെ, സോ ആ ഒരു ഡയറ്റംസിന്റെ സെൽ വാൾ എന്ന് പറയുന്നത് സോപ്പ് ബോക്സ് പോലെയുള്ള ഒരു സെൽ വാൾ ആണ്. ആ സെൽ വാള് ഫോം ആയിരിക്കുന്നത് സിലിക്ക കൊണ്ടാണ്. ഓക്കെ, സിലിക്ക എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും ഡിസ്ട്രോയ് ആവില്ല. ഓക്കെ, സോ അത് ഈ ഒരു ഡയറ്റംസ് ചത്തുപോയതിനു ശേഷവും സമുദ്രത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ഒരു തിക്കായിട്ടുള്ള ബെഡ് പോലെ ഫോം ആയിട്ടുണ്ടാവും. അതിനെ നമുക്ക് ഓയിൽസിന്, സിറപ്സിനൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പോളിഷിംഗ് ഏജന്റ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Observe their relationship and fill the blanks. Okay, coralloid root, association of root with nitrogen fixing cyanobacteria. So coralloid root എന്ന് പറയുന്നത് എന്താണ്? റൂട്ട്സും അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? നൈട്രോജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയ ഉണ്ട്. അതായത് അനബിന അല്ലെങ്കിൽ നോസ്റ്റോക്ക് അല്ലെ. സോ ഇങ്ങനെയുള്ള ബാക്ടീരിയ വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്ലോസ് അസോസിയേഷൻ, ഒരു മ്യൂച്വലിസം കൺസെപ്റ്റിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോറലോയിഡ് റൂട്ട് എന്ന് വിളിക്കും. ഓക്കെ, സോ ഡാഷ് അസോസിയേഷൻ ഓഫ് റൂട്ട്സ് വിത്ത് ഫംഗൈ. റൂട്ടും ഫംഗയും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സോ റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റൈസ അല്ലെ. സോ റൂട്ട് റൈസയാണ്. ഫംഗൈനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫംഗൈ ഈസ് മൈക്കോട്ട അല്ലെ, മൈക്കോ റൈസ, റൈറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മൈക്കോ റൈസ. യെസ്, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
നെയിം ദ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടൽ ഇൻ ദി ഫിഗർ. സോ ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പറയുക ഇത് ഏത് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടൽ ആണ്. സി ഇവിടെ ഞാൻ നടുക്ക് ഒരു ഡോട്ട് വെക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ഡോട്ട് വെച്ചു സെന്ററിൽ. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു റേഡിയസ് ഞാൻ വരയ്ക്കുകയാണ്, പെരിഫറലിലേക്ക് ഒരു റേഡിയസ് ഞാൻ വരയ്ക്കുകയാണ്. ഈ റേഡിയസിൽ എനിക്ക് വെറും സൈലം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അടുത്ത ഒരു റേഡിയസ് വരയ്ക്കുന്നുണ്ട്, അവിടെ എനിക്ക് ഫ്ലോയം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, സോ ഒരു റേഡിയസിൽ സൈലം മാത്രം, ഒരു റേഡിയസിൽ ഫ്ലോയം മാത്രം. റൈറ്റ്. സോ ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിന്, ഇങ്ങനെയുള്ള ഒരു വാസ്കുലാർ ബണ്ടലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് റേഡിയൽ വാസ്കുലാർ ബണ്ടൽ. ഓക്കെ, സോ റേഡിയൽ വാസ്കുലാർ ബണ്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റേഡിയസിൽ വെറും സൈലം മാത്രം അല്ലെങ്കിൽ വെറും ഫ്ലോയം മാത്രം, ഇങ്ങനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റേഡിയൽ വാസ്കുലാർ ബണ്ടൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Name the enzyme present in plants which shows carboxylation and oxygenation activity. അതായത് കാർബോക്സിലേഷനും ചെയ്യുന്നുണ്ട്, ഓക്സിജനേഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, അഡിഷൻ ഓഫ് കാർബൺ ഗ്രൂപ്പും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അഡിഷൻ ഓഫ് ഓക്സിജനും ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഈ ഒരു പ്രോസസ് ചെയ്യുന്ന, ഈ രണ്ട് സംഭവവും ചെയ്യുന്ന, ഈ രണ്ട് റിയാക്ഷനെയും കാറ്റലൈസ് ചെയ്യുന്ന ആ ഒരു എൻസൈമിന്റെ പേരെന്താണ്? സോ നമ്മൾ ഇത് എവിടെയാണ് പഠിക്കുന്നത്? എവിടെയാണ് ആക്ച്വലി ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുള്ളത്? ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് C3 സൈക്കിൾ അല്ലെ. C3 സൈക്കിളിലാണ് നമ്മൾ ഇതിനെ പഠിക്കുന്നത്. റൈറ്റ്. സോ ഈ C3 സൈക്കിളിൽ എന്താണ് ആക്ച്വലി നടക്കുന്നുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡിനെ ATPയും NADP ഒക്കെ വെച്ചിട്ട് അതിനൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? നമ്മൾ ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എന്താ കോൺസെപ്റ്റിൽ, ആ ഒരു സൈക്കിളിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നുള്ളത്? ഈ ഒരു എൻസൈമിനെ പറ്റി പഠിക്കുന്നുള്ളത്. സോ ഈ എൻസൈമിന് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഫാക്ടർ അല്ലെ. സോ ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഫാക്ടർ, അതിന്റെ കണ്ടീഷൻ, ആ ഒരു പ്ലാന്റ് നിൽക്കുന്നതിന്റെ കണ്ടീഷൻ എന്താണോ അതിന്റെ ബേസിസിൽ കാർബോക്സിലേഷൻ ചെയ്യാനും കഴിവുണ്ട്, ഓക്സിജനേഷൻ ചെയ്യാനുള്ള കഴിവുമുണ്ട് അല്ലെ. സോ ആ ഒരു എൻസൈമിന്റെ പേരാണ് എന്ത്? റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് enzyme. Okay, yes. So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Expand the following. PPLOSER. PPLO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക്. എന്ത്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അതുപോലെ തന്നെ SER എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? SER? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. യെസ്, ഓക്കെ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The given figure shows a plant belonging to liverwort. Okay, ഈ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഡയഗ്രാം നമുക്ക് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ മാർക്കാൻഷ്യ അല്ലെ. സോ മാർക്കാൻഷ്യ എന്ന് പറയുന്നത് ലിവർവേർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന ബ്രയോഫൈറ്റയാണ്. ഐഡന്റിഫൈ ദ പ്ലാന്റ്, നെയിം ദി asexual bud seen on them and write their feature. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം ഇത് ഏതാണ് പ്ലാന്റ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ഏതാണ് ഈ പ്ലാന്റ്? ദിസ് ഇസ് മാർക്കാൻഷ്യ. ഓക്കെ, ഇതേതാണ്? മാർക്കാൻഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ആൻഡ് ഈ ഒരു പ്ലാന്റിൽ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ബഡിന്റെ പേരെന്താണ്? സോ ഇവിടെ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഫോം ആവുന്നുണ്ട് അല്ലെ. കപ്പ് ലൈക്ക് സ്ട്രക്ചർ, ആ കപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ അസെക്ഷൽ സ്പോർസ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആ കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് ഗെമ്മ കപ്പ്. ഓക്കെ, ഗെമ്മെ അല്ലെങ്കിൽ ഗെമ്യൂൾ എന്ന് പറയും അല്ലെ. ആ ഗെമ്യൂളിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് കാണുന്നത്? ആ സ്പോർസ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. സോ ഇത് മൾട്ടി സെല്ലുലർ ആയിരിക്കും. ഓക്കെ, മൾട്ടി സെല്ലുലർ സ്ട്രക്ചർ ആയിരിക്കും, ഗ്രീൻ കളർഡ് ആയിരിക്കും. ഓക്കെ, സോ അസെക്ഷൽ ബഡ് ഡെവലപ്പ് ഇൻ എ സ്മോൾ റിസപ്റ്റിക്കിൾ. ഒരു സ്മോൾ റിസപ്റ്റിക്കിൾ, കപ്പ് പോലെയുള്ള ഒരു സ്മോൾ റിസപ്റ്റിക്കിളിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? സ്പോർസ് കാണാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ കോളം എ വിത്ത് കോളം ബി. ഓക്കെ, സോ കോളം എ വിത്ത് കോളം ബി നമ്മൾ അതിനെ മാച്ച് ചെയ്ത് കൊടുക്കണം. പ്രോതാലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോതാലസ്. സോ നോക്കിയിട്ട് പറഞ്ഞേ, മോസസ് ആണോ, പ്ലാന്റ് ബോഡി ഓഫ് ആൽഗെ ആണോ, ഗെമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ആണോ, സ്പൊറാൻജിയോ ബിയറിംഗ് ലീവ്സ് ആണോ, നൈട്രോജൻ ഫിക്സേഷൻ ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ്
ടെറിഡോഫൈറ്റ. സോ ടെറിഡോഫൈറ്റയിലെ ഗമറ്റോഫൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോതാലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്പോറോഫിൽസ്. സ്പോറോഫിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പോറോഫിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൊറാഞ്ചിയ ബിയറിംഗ് ലീവ്സ്. സ്പോറോഫിൽസ് അതായത് ഫിൽസ് എന്ന് വയ്ക്കുന്നത് ലീവ്സിന്റെ മുകളിൽ സ്പോർസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സ്പോറോഫിൽസ് എന്ന് വിളിക്കും. ഓക്കെ, സോ സ്പൊറാഞ്ചിയ ബെയറിംഗ് ലീവ്സ്, സ്പോർസിനെ ബെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീഫിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പോറോഫിൽസ് എന്ന് വിളിക്കും. കൊറോലോയിഡ് റൂട്ട്. കൊറോലോയിഡ് റൂട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? റൂട്ടും നൈട്രോജൻ ഫിക്സിംഗ് സൈനോ ബാക്ടീരിയ അല്ലെ. സോ ഇപ്പോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരിക? യെസ്, സോ ഇ ഈസ് ദി റൈറ്റ് ആൻസർ അല്ലെ. ഓക്കെ, പ്രോട്ടോണിമ. പ്രോട്ടോണിമ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ബ്രയോഫൈറ്റയില് അല്ലെ. സോ ബ്രയോഫൈറ്റയില്. സോ ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്ന് മോസസ്, ഇനിയൊന്ന് പ്ലാന്റ് ബോഡി ഓഫ് ആൽഗെ. സോ ആൽഗെ എന്തായാലും അല്ല. മോസസ് എന്ന് പറയുന്നത് എന്താണ്? മോസസ് is a group of bryophyta. അപ്പോൾ the right answer is A. Okay? Yes? Okay. So 1 is C, 2 is D, 3 is E and 4th one is A. Okay? എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Observe the diagram. ഇത് ഏതാണ് ഡയഗ്രാം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മുടെ HSS ലൈവിൽ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വലി ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ പാടില്ല, അതായത് ഈ ഒരു ടേം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഒബ്സർവ് ദി ഗിവൻ ഡയഗ്രാം. ഏതാണ് ഡയഗ്രാം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏത് ഓർഗനൽ ആണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏതാണിത്? ആക്ച്വലി ദിസ് ഇസ് മൈറ്റോകോൺഡ്രിയ അല്ലെ. സോ ദിസ് ഇസ് മൈറ്റോകോൺഡ്രിയ. ഓക്കെ, സോ ലേബൽ ദി പാർട്സ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. എ എന്നും ബി എന്നും രണ്ട് പാർട്ടിനെ ലേബൽ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ് ആക്ച്വൽ പാർട്ട് നമ്മൾ നോക്കാം. യെസ്, സോ എയിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? സി, ഇത് നടുക്കുള്ള റീജിയൻ ആണ് അല്ലെ, നടുക്കുള്ള ആ ഒരു പോർഷൻ ആണ്. സോ നമുക്കൊരു മൈറ്റോകോൺഡ്രിയ നോക്കുകയാണെങ്കിൽ, ഓക്കെ, സോ സോസേജ് ഷേപ്പിലുള്ള മൈറ്റോകോൺഡ്രിയ ആണ്. ഔട്ടർ മെംബ്രെയിൻ ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സർഫേസ് ആണ്. ഇന്നർ മെംബ്രെയിൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫോൾഡിങ്സ് ഇതുപോലെ കാണാൻ പറ്റും അല്ലെ, ഒരുപാട് ഇൻഫോൾഡിങ്സ് ഇതുപോലെ കാണാൻ പറ്റും. സോ ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്നത്, അതായത് എ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ എന്താണ്? മാട്രിക്സ്. എന്താണത്? മാട്രിക്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബി എന്താണ്? ആ ഇൻഫോൾഡിങ്ങിനെ എന്ത് വിളിക്കും? ഓക്കെ, ഇൻഫോൾഡിങ് എന്താണ്? ദാറ്റ് ഈസ് ക്രിസ്റ്റേ. എന്താണ്? ക്രിസ്റ്റേ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, സോ ദ ഡയഗ്രാം ഈസ് മൈറ്റോകോൺഡ്രിയ ആൻഡ് എ ഈസ് മാട്രിക്സ് ആൻഡ് ബി ഈസ് ക്രിസ്റ്റ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Karyokinesis in mitosis involves 4 stages. What are they? Very simple question അല്ലെ. മൈറ്റോസിസിലെ കാരിയോകൈനസിസ്, അതായത് ന്യൂക്ലിയർ ഡിവിഷനിൽ, മൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ ഡിവിഷൻ ആണ്. ആ ന്യൂക്ലിയർ ഡിവിഷനിൽ, ഓക്കെ, ന്യൂക്ലിയർ ഡിവിഷൻ ഫോളോഡ് ബൈ എന്ത് നടക്കും? സൈറ്റോകൈനസിസും നടക്കും. അപ്പോൾ ഇവിടെ കാരിയോകൈനസിസ് ഓഫ് മൈറ്റോസിസിൽ ഏതൊക്കെ സ്റ്റേജസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? മൈറ്റോസിസ് എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ് അല്ലെ. ഇറ്റ് ഈസ് എ ഈക്വേഷണൽ ഡിവിഷൻ ആണ്. സോ ഈക്വേഷണൽ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്രോമോസോം നമ്പർ 4 ഉണ്ടെങ്കിൽ ഒരു സെല്ലിനകത്ത്, ഡോട്ടർ സെൽസിനകത്തും നമുക്ക് അതേ 4 നമ്പർ ഓഫ് ക്രോമോസോം ആണ് കാണാൻ പറ്റുന്നത് അല്ലെ. സോ അത് കൂടാതെ വേറെ എന്താണ് ഈ ഒരു സെല്ലിലെ പ്രത്യേകത? അതായത് ഒരു സെല്ല് 2 സെല്ലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. റൈറ്റ്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു മൈറ്റോസിസിൽ ഏതൊക്കെ സ്റ്റേജസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 1 2 3 4 4 സ്റ്റേജസ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണത്? പ്രോഫേസ്, യെസ്, മെറ്റാഫേസ്, റൈറ്റ്, ഓക്കെ, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇങ്ങനെ 4 സ്റ്റേജസ് കാണാൻ പറ്റും. പ്രോഫേസിൽ എന്താവും? ക്രോമാറ്റിൻ ഫൈബർ ഉണ്ടായിരുന്നത് ക്രോമോസോമായിട്ട് കൺവേർട്ട് ആവും. മെറ്റാഫേസിൽ എല്ലാം ഈക്വിറ്റോറിയൽ പ്ലെയിനിൽ, അതായത് സെന്ററിൽ വന്നിട്ട് അലൈൻ ആകും. അനാഫേസിൽ ഈ ഒരു ക്രോമാറ്റയുടെ ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ആകും. ഓക്കെ, ഇതുപോലെ ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ആവും. അതുപോലെ തന്നെ ടീലോഫേസിൽ എന്ത് സംഭവിക്കും? 2 ന്യൂക്ലിയസ്, ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസിനെ കാണാൻ പറ്റും. സോ ദിസ് ഈസ് മൈറ്റോസിസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write the name of 2 phases of photosynthesis. What are the site of these phases in chloroplast? Okay, photosynthesisle 2 phases ഏതൊക്കെയാണ്? First one is called light
ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ. ഓക്കെ, അതുകൂടാതെ രണ്ടാമത്തേത് എന്താണ്? ദാറ്റ് ഈസ് ലൈറ്റ് ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ നമുക്കതിനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കാം, അല്ലെ? ഡാർക്ക് റിയാക്ഷൻ. ഓക്കെ, സോ ലൈറ്റ് റിയാക്ഷനിൽ നമുക്ക് എന്താണ് കിട്ടുന്നുള്ളത്? എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നുള്ളത്? ATPയും NADPHും. ഓക്കെ, NADPH. ഓക്കെ, അതുപോലെ തന്നെ ഡാർക്ക് റിയാക്ഷന്റെ എൻഡിൽ നമുക്ക് എന്താണ് കിട്ടുക? ഗ്ലൂക്കോസ്. എന്ത് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും. Okay, where exactly this reaction is going to happen? That is the question. Site of the in the phases where the photosynthesis occur. Okay, so രണ്ട് റിയാക്ഷനിലെ എവിടെയൊക്കെയാണ് നടക്കുന്നത്? ലൈറ്റ് ഡിപ്പെൻഡന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രാന എന്ന് പറയുന്ന പ്ലേസിലാണ്. അതുപോലെ തന്നെ ഡാർക്ക് റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ട്രോമ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ഓക്കെ, സോ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലെൻസ് ഷേപ്പിലാണ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റുക. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, രണ്ട് മെംബ്രെയിൻ നമുക്ക് കാണാൻ പറ്റും. ഉള്ളിൽ നമുക്ക് ഒരുപാട് കോയിൻ ലെഗ് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഈ കോയിൻ ലെഗ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രാന എന്ന് വിളിക്കും. സോ ഈ ഒരു ഗ്രാനയ്ക്കകത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? കുറെ ലിക്വിഡ് കണ്ടന്റ് ഉണ്ടാവും, അല്ലെ? സോ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഒരുപാട് സൈറ്റോപ്ലാസം പോലെ തന്നെ ലിക്വിഡ് കണ്ടന്റ് ഉണ്ടാവും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ആ സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Calvin cycle or C3 cycle in photosynthesis have 3 stages. ഓക്കെ, 3 സ്റ്റേജസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. സോ ആ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? ആദ്യം കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്, കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള വേറെ മോളിക്യൂൾ ആക്കി മാറ്റുന്നുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബോക്സിലേഷൻ. എന്തെന്ന് വിളിക്കും? കാർബോക്സിലേഷൻ. ഓക്കെ, അടുത്തത് എന്താണ്? റിഡക്ഷൻ. ഓക്കെ, അടുത്തത് എന്താണ്? റിഡക്ഷൻ. ആൻഡ് മൂന്നാമത്തത് എന്താണ്? റീജനറേഷൻ. ഓക്കെ, റീജനറേഷൻ. ഓക്കെ, ഇങ്ങനെ 3 റിയാക്ഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു C3 സൈക്കിളിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ എന്തായിട്ട് മാറുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈം കോൾഡ് റുബിസ്കോ. ഏതാണ്? റുബിസ്കോ. ഓക്കെ, which is the primary carbon dioxide acceptor in Calvin cycle. So Calvin cycle carbon dioxide na accept ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന, ഓക്കെ, സോ അക്സെപ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന മോളിക്യൂളിന്റെ പേരെന്താണ്? സോ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം കാർബൺ ഡൈ ഓക്സൈഡിന് പ്ലസ് ഇനിയൊരു മോളിക്യൂൾ ഉണ്ട്, 5 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ. ആ മോളിക്യൂളിനെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 3PGA. ഓക്കെ, 3PGA അതായത് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു 5 കാർബൺ ആറ്റം ഉള്ള ആ ഒരു മോളിക്യൂളിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ്, RUBP. ഓക്കെ, RUBP. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, സി ഏതൊക്കെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്? സ്റ്റേജസ്: കാർബൺ ഫിക്സേഷൻ അല്ലെങ്കിൽ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. അതുപോലെ തന്നെ ഏതാണ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ? അത് റുബുലോസ് ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ RUBP എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Give the scientific term for the following. Pairing of homologous chromosome. ഓക്കെ, പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോം, അതായത് ഒരു സെല്ലിനകത്ത് 4 ക്രോമോസോം ആണ് എങ്കിൽ, ഓക്കെ, അതില് 2 ക്രോമോസോം എനിക്ക് അച്ഛനിൽ നിന്നും കിട്ടിയതും 2 ക്രോമോസോം എനിക്ക് അമ്മയിൽ നിന്നും കിട്ടിയതും ആയിരിക്കും. ഓക്കെ, സോ ഇതില് ക്രോമോസോം നമ്പർ 1 അച്ഛനിൽ നിന്നും കിട്ടിയതും ഉണ്ടാവും, അമ്മയിൽ നിന്ന് കിട്ടിയതും ഉണ്ടാവും. ഇതിനെ നമ്മൾ ഹോമോലോഗസ് ക്രോമോസോം, ഈ 2 ക്രോമോസോമിനെ നമ്മൾ എന്ത് വിളിക്കും? ഹോമോലോഗസ് ക്രോമോസോം എന്ന് വിളിക്കും. അതുപോലെ തന്നെ ക്രോമോസോം നമ്പർ 2 അച്ഛനിൽ നിന്ന് കിട്ടിയതും ഉണ്ടാവും, അമ്മയിൽ നിന്ന് കിട്ടിയതും ഉണ്ടാവും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹോമോലോഗസ് ക്രോമോസോം എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ 2 ക്രോമോസോം ഹോമോലോഗസ് ക്രോമോസോം ആണ്, ഇത് 2 ഹോമോലോഗസ് ക്രോമോസോം ആണ്. ഓക്കെ, സോ നമുക്ക് യൂഷ്വലി ഒരു സെല്ലിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിനകത്ത് എങ്ങനെയാണ് ഈ ക്രോമാറ്റിൻ അല്ലെങ്കിൽ ക്രോമോസോം എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഇതുപോലെ ത്രെഡ് പോലെയാണ് കാണാൻ പറ്റുക. ന്യൂക്ലിയസിനകത്ത് ഇതുപോലെ ത്രെഡ് പോലെയാണ് കാണാൻ പറ്റുക. പക്ഷേ
സെൽ ഡിവിഷന്റെ സമയത്ത് അതെന്തായി മാറുന്നുണ്ട്? കണ്ടൻസേഷൻ ആവുന്നുണ്ട്. കണ്ടൻസേഷൻ ആയിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ക്രോമോസോം ആയിട്ട് മാറുന്നുണ്ട് അല്ലെ? സോ ക്രോമോസോം ആയതിനു ശേഷം, അതായത് സൈഗോട്ടീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ, ഓക്കെ, സോ അതായത് മിയോസിസിലെ പ്രോഫീസ് 1 എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതില് നമുക്ക് സൈഗോട്ടീൻ, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ് എന്ന് പറഞ്ഞ 5 സ്റ്റേജസ് ആണ് നമുക്ക് പ്രോഫേസ് 1 കാണാൻ പറ്റുക. അതില് നമുക്ക് എന്താണ്? സൈഗോട്ടീൻ, അതായത് 2ാമത്തെ സ്റ്റേജിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഹോമോലോഗസ് ക്രോമോസോം, അതായത് ക്രോമോസോം നമ്പർ 1 അച്ഛനിൽ നിന്നും ക്രോമോസോം നമ്പർ 1 അമ്മയിൽ നിന്നും 2 പേരും അടുത്തടുത്ത് വരികയാണ്. സോ ഹോമോലോഗസ് ഓഫ്, അതായത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്, 2ാമത്തെ സ്റ്റേജിലാണ്. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ 2 ഹോമോലോഗസ് ക്രോമോസോം, 2 പേര് അടുത്തടുത്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ജനറ്റിക് മെറ്റീരിയലിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ജനറ്റിക് മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 3rd സ്റ്റെപ്പ് അല്ലെ, 3ാമത്തെ സ്റ്റെപ്പാണ്. അത് ഏതാണത്? ദാറ്റ് ഈസ് പാക്കിറ്റീൻ. എന്താണത്? പാക്കിറ്റീൻ. Okay, yes. So next question നോക്കാം. Which is the special leaf anatomy seen in C4 plants? So C4 plants നമുക്ക് കാണാൻ പറ്റുന്ന സ്പെഷ്യൽ അനാറ്റമി അതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്കുലാർ ബണ്ടൽ നടുക്കുണ്ടാവും. ഓക്കെ, ഈ വാസ്കുലാർ ബണ്ടലിന് ചുറ്റുമായിട്ട് നമുക്ക് ബണ്ടൽ ഷീത്ത് സെൽസിനെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് നമുക്ക് ഒരു ഏത് ഷേപ്പിലാണ് കാണാൻ പറ്റുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീത്തിന്റെ ഷേപ്പിൽ. റീത്തിൽ എങ്ങനെയാണ്? ഈ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ? സോ ഈ റീത്തിനെ പോലെ ഉള്ളത് കൊണ്ട് റീത്തിന്റെ വേറൊരു പേരാണ് ക്രാൻസ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രാൻസ് അനാറ്റമി എന്ന് വിളിക്കും. ഓക്കെ, productivity and yield are better in C4 plants than C3 plants. Why? So there is no photorespiration. Photorespiration എന്ന് പറയുന്ന പ്രോസസ്, ഓക്കെ, photorespiration, ഓക്കെ, photorespiration എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ C3 പ്ലാന്റ്സിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? C3 പ്ലാന്റ്സിൽ ഈ ATPയും NADPയും എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ നമ്മുടെ ലൈറ്റ് റിയാക്ഷനിലൂടെ. സോ അതിനൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂഷ്വലി എന്ത് സംഭവിക്കണം? കാർബൺ ഡൈ ഓക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ ഈ ഒരു ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയാണ്. സോ ഇറ്റ് ഇസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഫോർ പ്ലാന്റ്സ് അല്ലെ? അങ്ങനെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. പക്ഷേ C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. ബിക്കോസ് മീസോഫിൽ ടിഷ്യൂസിൽ, ഓക്കെ, മീസോഫിൽ ടിഷ്യൂസിൽ റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് ഇല്ല, റുബിസ്കോ ഇല്ല. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് C4 പ്ലാന്റ്സ്. ഓക്കെ, ക്രാൻസ് അനാറ്റമി ഉണ്ട്. റുബിസ്കോ നമുക്ക് മീസോഫിലിൽ കാണാൻ പറ്റില്ല, ബണ്ടൽ ഷീത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൂടാതെ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് അവിടെ നടക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഈൽഡ് കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The arrangement of ovules in the ovary is known as placentation. Given below are the different types of placentation. Identify A, B, C. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ, സോ ദിസ് ഈസ് A. A എന്താണ് നോക്കിയിട്ട് പറഞ്ഞേ? യെസ്, A എന്താണ്? A is marginal placentation, right? So marginal placentation. B is axial placentation and C is free central placentation അല്ലെ? മൂന്നാമത്തേത് ഏതാണിത്? free central placentation അല്ലെ? അതുപോലെ തന്നെ ബിയിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ABC. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മാർജിനൽ പ്ലാസന്റേഷൻ, ആക്സൈൽ പ്ലാസന്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ആണ് ഈ ഡയഗ്രാമിൽ കാണാൻ പറ്റുന്നത്. മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനലി ഒരു റിഡ്ജ് ഫോം ആവുന്നുണ്ട്. ആ റിഡ്ജിന്റെ സൂച്ചേഴ്സിൽ, അതായത് 2 സൈഡിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതുപോലെ ഓവ്യൂൾസ് അറേഞ്ച് ആയിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇത് മാർജിനൽ പ്ലാസന്റേഷൻ. ഓക്കെ, അടുത്തത് ആക്സൈൽ പ്ലാസന്റേഷൻ. ആക്സൈൽ പ്ലാസന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവറിക്കകത്ത് ഒരുപാട് വാക്യൂൾസ് ഉണ്ടാവും, ലോക്യൂൾസ് ഉണ്ടാവും. എന്തുണ്ടാവും? ലോക്യൂൾസ് ഉണ്ടാവും. ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും, ചിലപ്പോൾ 1 ആയിരിക്കും. ആ ലോക്യൂളിനകത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഓവ്യൂൾസ് കാണാൻ പറ്റുക. സോ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ആക്സിയൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കും.
ഓക്കെ, അടുത്തത് എന്താണ്? ഫ്രീ സെൻട്രൽ. അതായത് സെൻട്രലി ഒരു സെപ്റ്റോയും ഇല്ലാതെ സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള എന്താ ഓവ്യൂൾസിനെ കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കും. യെസ്, ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Light reaction of photosynthesis are divided into two processes. In one process, the electron emitted will return to the place from where it is emitted. Okay. What are the names of the two process? ഏതൊക്കെയാണ് ടു പ്രോസസ്? സോ നമുക്ക് ആ രണ്ട് പ്രോസസ്സിന്റെ പേരങ്ങ് എഴുതി കൊടുക്കാം. ഒന്നിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്തെന്ന് വിളിക്കും? സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. യെസ്, ഓക്കെ. സോ രണ്ടാമത്തേത് ഏതാണ്? ദാറ്റ് ഈസ് നോൺ സൈക്ലിക് ഫോട്ടോ phosphorylation. Yes, photophosphorylation. What happens to the electron in the second phase? So second phase il endana sambhavikka? See, the electron is used to produce the reducing power. ഏതാണ് reducing power? പൗഡർ ആയി പോയടാ. reducing power. Okay, so powder അല്ല, power. So reducing power ഏതാണ്? reducing power is NADPH. അതായത് NADP എന്തായിട്ട് കൺവേർട്ട് ആവണം? NADPH plus ആയിട്ട് കൺവേർട്ട് ആവണം. സോ ഈ ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രോണ് യൂട്ടിലൈസ് ആവുന്നുണ്ട്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് സ്കിമാറ്റിക് റെപ്രസെന്റേഷനിലൂടെ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? സി, ആദ്യം ഫോട്ടോ സിസ്റ്റം 2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫോട്ടോ സിസ്റ്റം 1 ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഫോട്ടോ സിസ്റ്റം 2 റിയാക്ഷൻ സെന്റർ ആരാണ്? ക്ലോറോഫിൽ എ ആണ്. ഇവിടെയും ക്ലോറോഫിൽ എ ആണ്. യെസ്, ഓക്കെ. സോ നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ആക്സസറി പിഗ്മെന്റ്സിലുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ലൈറ്റ് വന്ന് വീഴുമ്പോൾ, ഓക്കെ, ലൈറ്റ് വന്ന് വീഴുമ്പോൾ അക്കോർഡിംഗ് ടു ദിയർ വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ എല്ലാ ആക്സസറി പിഗ്മെന്റും അത് കൂടാതെ തന്നെ നമ്മുടെ ക്ലോറോഫിൽ എയും എല്ലാവരും ആ ഒരു ലൈറ്റ് എനർജീനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ക്യാപ്ചർ ചെയ്തിട്ട് എല്ലാവരും ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്ലോറോഫിൽ എക്കാണ്. അങ്ങനെ എ ക്ലോറോഫില്ലിലേക്ക് ഒരുപാട് എനർജി വന്ന് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റാർ മോളിക്യൂൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആ ഇലക്ട്രോൺ അക്സെപ്റ്റാർ മോളിക്യൂൾ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട്, ആ 2 ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ അതിനെ പാസ് ചെയ്യുന്നുണ്ട്. പാസ് ചെയ്തിട്ട് നേരെ എത്തുന്നത് എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ ക്ലോറോഫിൽ എ ഓഫ് ഫോട്ടോ സിസ്റ്റം 1. ഓക്കെ, സോ ഇവിടെ എനർജി ഈ ഇലക്ട്രോൺ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ എല്ലാ എനർജീനെ ക്ലോറോഫിൽ എക്ക് കൊടുക്കുന്നുണ്ട്. ഈ കിട്ടിയ 2 ഇലക്ട്രോണിനെ ഈ ക്ലോറോഫിൽ എ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റാർ മോളിക്യൂൾ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, അതായത് ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. അവർ ആ ഒരു മോളിക്യൂളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ആ ഫെറിഡോക്സിനിൽ നിന്നും നെക്സ്റ്റ് നേരെ പോകുന്നുള്ളത് എവിടത്തേക്കാണ്? അതായത് NADP റിഡക്ടേസ് എൻസൈമിന്റെ അടുത്ത്. എവിടെയാണ്? റിഡക്ടേസ് എൻസൈമിന്റെ അടുത്താണ്. എന്നിട്ട് ഈ ഒരു NADP റിഡക്ടേസ് എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? NADPനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? NADPH ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ATP എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? ADP എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? ATP ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? ADP ATP ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. യെസ്, ക്ലിയർ അല്ലേ? സോ ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഓക്കെ, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. യെസ്, ഓക്കെ. സോ ഇതാണ് നമ്മുടെ സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ. സോ ഇങ്ങനെയും നമുക്ക് എഴുതാം. 2 ഫോട്ടോ സിസ്റ്റം നമ്മൾ വരയ്ക്കണം എന്നേ ഉള്ളൂ. സോ ഇവിടെ 2 ഫോട്ടോ സിസ്റ്റമിലൂടെ എന്താവുന്ന പാസ് ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ NADPയും അതുപോലെ തന്നെ ATP പ്രൊഡക്ഷനും ആവുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഇലക്ട്രോണിനെ
ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ വാട്ടർ. വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് എന്താവുന്നുണ്ട്, 2 ഇലക്ട്രോന് 2 പ്രോട്ടോന്, അതുകൂടാതെ നേസന്റ് ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലീഫ് അനാറ്റമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ്. ഓക്കെ, ഡൈക്കോട്ട് ലീഫിന്റെയും മോണോകോട്ട് ലീഫിന്റെയും എന്താ അനാറ്റമിയുടെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, സി എന്തൊക്കെയാണ്? ഡൈക്കോട്ട് ലീഫിൽ ഓറിയന്റേഷൻ നോക്കുകയാണെങ്കിൽ ഡോർസൽ സൈഡിലെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓറിയന്റേഷൻ ആണ്, അതുപോലെ തന്നെ വെൻട്രൽ സൈഡിലെ വേറെ പോലെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അപ്പർ സർഫേസിൽ, അതായത് അപ്പർ എപ്പിഡെർമിസിൽ കുറച്ച് സ്റ്റൊമാറ്റയെ കാണാൻ പറ്റുള്ളൂ, ലോവർ എപ്പിഡെർമിസിൽ ഒരുപാട് സ്റ്റൊമാറ്റ കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പർ എപ്പിഡെർമിസിന്റെ അടുത്ത് നമുക്ക് പാലിസൈഡ് പാരൻകൈമയാണ് കാണാൻ പറ്റുക, ലോവർ എപ്പിഡെർമിസിന്റെ അടുത്ത് നമുക്ക് സ്പോഞ്ചി പാരൻകൈമയാണ് കാണാൻ പറ്റുക. സോ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിഫറൻസസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ ഡോർസി വെൻട്രൽ വേറെ വേറെ രീതിയിലുള്ള ഓറിയന്റേഷൻ ആണ് കാണാൻ പറ്റുക. പക്ഷെ മോണോകോട്ടിൽ ഐസോ ബയലാറ്ററൽ ആണ്, അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, സ്റ്റൊമാറ്റ നോക്കുകയാണെങ്കിൽ ഹൈപ്പോസ്റ്റൊമാറ്റിക് ആണ്, അപ്പർ എപ്പിഡെർമിസിൽ കുറവാണ്, ലോവർ എപ്പിഡെർമിസിൽ കൂടുതലാണ്. പക്ഷെ മോണോകോട്ട് ലീഫിൽ അപ്പർ എപ്പിഡെർമിസിലും ലോവർ എപ്പിഡെർമിസിലും ആൾമോസ്റ്റ് സെയിം നമ്പർ ഓഫ് എന്ത് കാണാൻ പറ്റും, സ്റ്റൊമാറ്റയെ കാണാൻ പറ്റും. അടുത്തത് മോട്ടോർ സെൽസ് ആണ്. മോട്ടോർ സെൽസ് നമുക്ക് ഡൈക്കോട്ട് ലീഫിൽ കാണാൻ പറ്റില്ല, പക്ഷെ മോണോകോട്ടിൽ നമുക്ക് കാണാൻ പറ്റും. മോട്ടോർ സെൽസ് ഈസ് ഓൾസോ നോൺ ആസ് ബുള്ളിഫോം സെൽസ്. എന്തെന്ന് വിളിക്കാം? ബുള്ളിഫോം സെൽസ് എന്ന് വിളിക്കും. യെസ്, അടുത്തത് മീസോഫിൽ ആണ്. മീസോഫിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലിസൈഡ് പാരൻകൈമ ആൻഡ് സ്പോഞ്ചി പാരൻകൈമ എന്ന് പറഞ്ഞ 2 ടൈപ്സ് ഓഫ് പാരൻകൈമ സെൽസ് ആണ് മീസോഫിൽ സെൽസ്. പക്ഷേ മോണോകോട്ടിൽ നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസസ് ഒന്നും കാണാൻ പറ്റില്ല, എല്ലാം എന്താണ്, മീസോഫിൽ ടിഷ്യൂസ് ആണ്. ഓക്കെ, സോ ഗ്രൗണ്ട് ടിഷ്യൂസിൽ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ എന്താണ്, മീസോഫിൽ ടിഷ്യൂസ് ആണ്. അടുത്തത് വെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെറ്റിക്കുലേറ്റ് വിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു വാസ്കുലർ ബണ്ടലാണ് കാണാൻ പറ്റുക. പക്ഷേ മോണോകോട്ടിൽ നമുക്ക് ഒരു പാരലലി അറേഞ്ച് ആയിട്ടുള്ള ഒരു ലീഫ് ആയതുകൊണ്ട് തന്നെ ഒരു റെഗുലർ പാറ്റേണിൽ റെഗുലർ ഒരു പാരലൽ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഈ ഒരു മോണോകോട്ടിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് സൈലം വെസൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോട്ടോസൈലമോ ഒരുപാട് മെറ്റാസൈലമോ ഒക്കെ നമുക്ക് ഡൈക്കോട്ടിൽ കാണാൻ പറ്റും. പക്ഷേ മോണോകോട്ടിൽ വെറും ഫ്യൂ നമ്പർ ഓഫ് പ്രോട്ടോസൈലം, ഫ്യൂ നമ്പർ ഓഫ് മെറ്റാസൈലമോ ആണ് കാണാൻ പറ്റുക. ഓക്കെ, അടുത്തത് ബണ്ടൽ ഷീത്ത് എക്സ്റ്റൻഷൻ നോക്കുകയാണെങ്കിൽ ഡൈക്കോട്ടിൽ കോളൻ കൈമാറ്റസ് ആണ്, അതുപോലെ തന്നെ മോണോകോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടൽ ഷീത്ത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ്. യെസ്, ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ അശ്വിനി മാം കണ്ടിന്യൂ ചെയ്യും. സുവോളജി പാർട്ടിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് മാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മാം വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാം പറഞ്ഞുതരും. ഓക്കെ, ടാറ്റാ, ബൈ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അതായത് പാർട്ട് എ എന്ന് പറയുമ്പോൾ ബോട്ടണി ആയിരിക്കും, ആൻഡ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബി എന്ന് പറയുന്നത് സുവോളജി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ബോട്ടണി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലേ, എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സുവോളജിയിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെയിം ദ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് ദി എൻഡോഡേം ഇൻ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഓക്കെ, സോ നമ്മൾ 2 ടൈപ്പ് ആനിമൽസിനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നെന്താ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്, രണ്ടാമത്തത് എന്താ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഓക്കെ, എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അത് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിപ്ലോബ്ലാസ്റ്റിക്കിലേക്ക് പോവാം അല്ലേ. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ഓർ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ? അതായത് നമുക്കറിയാം 3 ജേം ലെയേഴ്സ് അല്ലെങ്കിൽ 3 എംബ്രിയോണിക് ലെയേഴ്സ് ഉണ്ടാവും. അതായത് 3 ജെർമിനൽ ലെയേഴ്സ് അല്ലെങ്കിൽ 3 എംബ്രിയോണിക് ലെയേഴ്സ് ഉണ്ടാകുന്നു. ഏതൊക്കെയാണ് ആ 3 എംബ്രിയോണിക് ലെയേഴ്സ്? ഒന്ന് ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എക്ടോഡേം, പിന്നെ മിഡിൽ ലെയർ ആയിട്ടുള്ള മീസോഡം അല്ലെ, മീസോഡം, പിന്നെ ഏറ്റവും അകത്ത് എന്ത് ലെയറാണ് വരുന്നത്, അതായത് ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോഡം അല്ലെ. ഏറ്റവും ഇന്നർമോസ്റ്റ് എൻഡോഡം, മിഡിൽ മോസ്റ്റ് മീസോഡം ആൻഡ് ഔട്ടർമോസ്റ്റ് എക്ടോഡം. ഇങ്ങനെ 3 എംബ്രിയോണിക് ലെയേഴ്സ് അല്ലെങ്കിൽ 3 ജേം ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷനുള്ള ആനിമൽസ്. അടുത്തതാണ് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ, ട്രിപ്ലോയില് ട്രൈ എന്ന് പറയുന്നത് 3 എന്നാണ് അർത്ഥം അല്ലെ. ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ ഡൈ എന്ന് പറയുന്നത് എന്താ, 2 എന്നാണ് അർത്ഥം. അപ്പൊ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എത്ര ജേം ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക? 2 ജേം ലെയേഴ്സ് അല്ലെങ്കിൽ 2 എംബ്രിയോണിക് ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഓക്കെ, ഏതൊക്കെയാണ് ആ 2 ജേം ലെയേഴ്സ്? ഒന്ന് ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള എൻഡോഡേം ഉണ്ടാകും. ഓക്കെ, എൻഡോഡേം ഉണ്ടാകും. പിന്നെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള എക്ടോഡേം ഉണ്ടാകും. ഓക്കെ, എക്ടോഡേം ഉണ്ടാകും. പക്ഷേ മിഡിലിൽ മീസോഡേം ഉണ്ടാവില്ല.
ഓക്കെ, മീസോഡേം എന്ന് പറയുന്ന ലെയറിന് പകരം ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ് ഉണ്ടാവുക. ആ അൺഡിഫറൻഷിയേറ്റഡ് ലെയറിന്റെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ അൺഡിഫറൻഷിയേറ്റഡ് ലെയറിന്റെ പേര്? മീസോഗ്ലിയ. എന്താണ് വിളിക്കുന്നത്? മീസോഗ്ലിയ. സോ ഡിപ്ലോപ്ലാസ്റ്റിക് ആനിമൽസിന് അവർക്ക് 2 ജേം ലെയേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് ഔട്ടർ മോസ്റ്റ് എക്ടോഡേമും പിന്നെ ഇന്നർ മോസ്റ്റ് എൻഡോഡേമും. എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും മിഡിലായിട്ട് ഉള്ളത് മീസോഡേം അല്ല, അതിന് പകരം ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ. ഓക്കെ, മീസോഗ്ലിയ. സെറ്റ് ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, മെഡുല, റെസ്പിറേറ്ററി റിതം സെന്റർ, ന്യൂമോടാക്സിക് സെന്റർ. അപ്പം ഈ ഒരു ടോപ്പിക് നമ്മൾ എവിടെയാ പഠിക്കുന്നത്? റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ അല്ലെ? എന്താണ്? റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. ഇതിലാണ് നമ്മൾ ഈ 2 കാര്യങ്ങളും പഠിക്കുന്നത്. ഒന്ന് മെഡുല്ലയിലുള്ള റെസ്പിറേറ്ററി റിതം സെന്ററും പിന്നെ ന്യൂമോടാക്സിക് സെന്ററും. ന്യൂമോടാക്സിക് സെന്റർ എവിടെയാണ് ഇരിക്കുന്നത്? പറഞ്ഞടാ, എവിടെയാണ് ന്യൂമോടാക്സിക് സെന്റർ ഇരിക്കുന്നത്? നോക്കിക്കേ, നമ്മുടെ ബ്രെയിനില് ഇതാണ് മെഡുല്ല അല്ലെ? ഇതാണ് മെഡുല്ല. മെഡുല്ലയുടെ തൊട്ട് മുകളിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? പോൺസ് അല്ലെ? പോൺസ് റീജിയൻ. സോ ന്യൂമോടാക്സിക് സെന്റർ ഇരിക്കുന്നത് ഏത് റീജിയനിലാണ്? പോൺസ് വരോളി അല്ലെ? ഫുൾ നെയിം പോൺസ് വരോളി എന്നാണ്, ഫുൾ എഴുതണമെന്നില്ല. പോൺസ് റീജിയനിലാണ് ന്യൂമോടാക്സിക് സെന്റർ ഇരിക്കുന്നത്. ഇനി എന്താ ഇവരുടെ ഫംഗ്ഷൻ എന്ന് കൂടി പറഞ്ഞുതരാം. അതായത് റെസ്പിറേറ്ററി റിതം സെന്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി നോർമൽ റെസ്പിറേഷൻ. അതായത് സാധാരണ നിലയിൽ നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നോർമലായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ആൻഡ് നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്വാസം പുറത്തേക്ക് വിടുന്നില്ലേ? എക്സ്പയറും ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ നോർമൽ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് റെസ്പിറേറ്ററി റിതം സെന്റർ. ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ദി മെഡുല ഒബ്ലോങ്കേറ്റ. അടുത്തതാണ് പോൺസ് റീജിയനിലുള്ള ന്യൂമോടാക്സിക് സെന്റർ. എന്താ ന്യൂമോടാക്സിക് സെന്ററിന്റെ പരിപാടി? അതായത് ന്യൂമോടാക്സിക് സെന്റർ നമ്മുടെ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറയ്ക്കും. ഇൻസ്പിറേഷന്റെ എന്ത് കുറയ്ക്കും? ഡ്യൂറേഷൻ നന്നായിട്ട് കുറയ്ക്കും. ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറയുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യും അല്ലേ? ഇങ്ങനെ നമ്മൾ സ്പീഡിൽ ശ്വസിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ എന്ത് കൂടും? ബ്രീത്തിങ് റേറ്റ് നോർമലായിട്ട് കൂടുന്നു. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ബ്രീത്തിങ് റേറ്റ് എന്ത് ചെയ്യും? നന്നായിട്ട് കൂടും. ഓക്കെ, ഇതാണ് ന്യൂമോടാക്സിക് സെന്ററിന്റെ പരിപാടി. അതായത് ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്നു, എന്നിട്ട് നമ്മളെ ബ്രീത്തിങ് റേറ്റ് കൂട്ടുന്നു. ഓക്കെ, സെന്റ് ആയല്ലോ. ഇത് കൂടാതെ എന്താ പറയുക, നമ്മളെ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാ? ഒന്ന് കീമോ സെൻസിറ്റീവ് ഏരിയ അല്ലെ? അതായത് കീമോ സെൻസിറ്റീവ് ഏരിയയിൽ കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ കീമോ റിസപ്റ്റേഴ്സ് കാർബൺ ഡൈ ഓക്സൈഡും H+ കോൺസെൻട്രേഷനും ഒക്കെ നമ്മളെ ബോഡിയിൽ കൂടുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ റെസ്പിറേറ്ററി റിതം സെന്ററിന് ഒരു സിഗ്നൽ അങ്ങ് അയക്കും. എന്നിട്ട് ആ പറയുന്ന കെമിക്കൽസിനെയൊക്കെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറയും. ഇത് തന്നെയാണ് നമ്മളെ കാരോട്ടിഡ് ആർട്ടറിയിലും അതുപോലെ തന്നെ അയോട്ടിക് ആർച്ചിലും സംഭവിക്കുന്നത്. അതായത് അവിടെയും എന്തുണ്ട്? ഇതുപോലെയുള്ള കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അവർ കെമിക്കൽസിനെ സെൻസ് ചെയ്യും. ഇൻ കേസ് കെമിക്കൽസ് കൂടുതലാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള വഴി അവരെടുക്കും. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, chronic disorder in which alveolar wall are damaged due to which respiratory surfaces decreased. One of the major cause of this is cigarette smoking. എന്താ സംഭവം? അതായത് മേജർ കോസ് അവർ തന്നെ പറയുന്നുണ്ട്. എന്താ കോസ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അല്ലെ? സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണത്? അതായത് ഒന്നുമില്ല, പുകവലിക്കുക. അപ്പൊ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? പുകവലി ആരോഗ്യത്തിന് ഹാനികരം അല്ലെ? എംഫിസിമ അല്ലെങ്കിൽ അർബുദം പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പൊ നമ്മുടെ സിഗരറ്റിൽ എന്താ ഉള്ളത്? സിഗരറ്റിൽ ടൊബാക്കോ ഉണ്ട്. ഓക്കെ, ടൊബാക്കോ ഉണ്ട്. ഈ ടൊബാക്കോയിൽ എന്തുണ്ട്? ടൊബാക്കോയില് നിക്കോട്ടിന്, അതേപോലെ തന്നെ ടാർ പോലെയുള്ള ഭയങ്കര ടോക്സിക് കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഈ നിക്കോട്ടിനും ടാറും ഒക്കെ എവിടെ വന്നിട്ട് അടിഞ്ഞുകൂടുക? നമ്മുടെ എയർ സാക്ക്, അതായത് നമ്മുടെ ആൽവിയോളയിൽ വന്നിട്ട് അങ്ങോട്ട് എക്യുമുലേറ്റ് ചെയ്യും, കെട്ടിക്കിടക്കും. അപ്പൊ നോർമലായിട്ട് നമ്മൾ ആൽവിയോള എന്തായിപ്പോ? ആൽവിയോളയുടെ വോൾസ് ഒക്കെ അങ്ങോട്ട് ഡാമേജ് ആയിപ്പോ. ഓക്കെ, ആൽവിയോളയുടെ വോൾസ് ഡാമേജ് ആയി പോയാൽ ആൽവിയോള തന്നെ ഡിസ്ട്രോയ് ആയില്ലേ? ആൽവിയോളയെ നശിച്ചു പോയില്ലേ? പിന്നെ ആൽവിയോളയ്ക്ക് നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ആൽവിയോളയൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നു. സോ നമ്മളെ നല്ല രീതിയിൽ നമുക്കൊരു റെസ്പിറേഷൻ ഉണ്ടാവുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാൻ, നമ്മുടെ 2 ലങ്സിലും മില്യൺസ് ഓഫ് ആൽവിയോള ഉണ്ട്. ഓക്കെ, സോ ഈ മില്യൺസ് ഓഫ് ആൽവിയോള എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റെസ്പിറേറ്ററി സർഫസ് കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ 2 ലങ്സിലും ഈ ഒരു സിഗരറ്റ് സ്മോക്കിംഗ് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? കെമിക്കൽസ് ഒക്കെ ആൽവിയോളയിൽ കെട്ടിക്കിടന്ന് ആൽവിയോളയെ നശിക്കുന്നു. ആൽവിയോളയുടെ നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അപ്പൊ നോർമലായിട്ട് എന്ത് കുറയും? അതായത് നമ്മുടെ റെസ്പിറേറ്ററി സർഫസ് നന്നായിട്ട് കുറയുന്നു. അപ്പൊ നമുക്ക് ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് രോഗം? എംഫിസിമ. ഏതാണ് ഡിസീസ് എന്ന് മാത്രം നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ. ഏതാണ് ഡിസീസ്? എംഫിസിമ. ഓക്കെ, ഏതാണ്? എംഫിസിമ. ഇറ്റ് ഈസ് എംഫിസിമ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ എംഫിസിമ, ആസ്മ, ഒക്യുപേഷണൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള 2-3 ഡിസോർഡേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ആസ്മയും എംഫിസിമയും ആണ് കേട്ടോ. വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് മസിൽ കോൺട്രാക്ഷൻ?
മസിൽ കോൺട്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഏതാ? അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, അതായത് ഇവിടെ ഇങ്ങനെ ആക്റ്റിൻ ഉണ്ടാവും അല്ലെ, ഇതാണ് ആക്റ്റിൻ. ഓക്കെ, യെസ്. ഇനി മയോസിൻ എവിടെയാണ് ഉണ്ടാവുന്നത്? ഇതാണ് നമ്മുടെ മയോസിൻ. അതായത് ഇതാണ് ആക്റ്റിനുള്ള ഐ ബാൻഡ് ആൻഡ് ദിസ് വൺ ഇസ് എ ബാൻഡ്. അപ്പൊ നമുക്കറിയാം മയോസിൻ എന്താ ചെയ്യുക, നമ്മുടെ ആക്റ്റിനോട് പോയിട്ട് ബൈൻഡ് ചെയ്യും. അതായത് മയോസിന്റെ ഹെഡ് എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും? നമ്മുടെ ആക്റ്റിന്റെ മേലെ പോയിട്ട് ബൈൻഡ് ചെയ്യും അല്ലെ. എന്നിട്ട് ആക്റ്റിനെ അവരെന്താ ചെയ്യുക, ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും. അതായത് ഈ 2 ഐ ബാൻഡിനെയും അവർ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും. ഓക്കെ, 2 ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലുള്ള ഐ ബാൻഡിനെ അവരെന്ത് ചെയ്യും, ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും. അപ്പൊ ഐ ബാൻഡുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ അടുത്തടുത്ത് വന്ന് അവസാനം ഓവർലാപ്പ് ചെയ്യും അല്ലെ, ഓവർലാപ്പ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക, സെഡ് ലൈനുകൾ അടുത്തടുത്തേക്ക് വരില്ലേ? സെഡ് ലൈൻ അടുത്തടുത്തേക്ക് വരും അല്ലെ. സെഡ് ലൈൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ അവരും ഇങ്ങനെ അടുത്തടുത്തേക്ക് വരും. ഓക്കെ, അവരും അടുത്തടുത്തേക്ക് വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെയാണ് സാർക്കോമിയർ ഉണ്ടായത്. സാർക്കോമിയറിന്റെ ലെങ്ത് എന്ത് ചെയ്തു, മാക്സിമം കോൺട്രാക്ഷന്റെ സമയത്ത് അങ്ങോട്ടേക്ക് റെഡ്യൂസ്ഡ് ആയി, ഷോർട്ടൻ ചെയ്തു ലെങ്ത്. അപ്പോഴാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താ, മയോസിൻ ആക്റ്റിന്റെ മേലെ ബൈൻഡ് ചെയ്തിട്ട് ആക്റ്റിനെ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും. അതായത് നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ്സ് മയോസിന്റെ മേലെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. എന്ത് ചെയ്യും, ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. അപ്പോഴാണ് മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു തിയറിനെ, അതായത് മസിൽ കോൺട്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. എന്താണ് വിളിക്കുക, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. അപ്പൊ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ആ പേര് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, in a polysaccharide, the individual monosaccharides are linked by a dash bond. അതായത് ഒരു പോളിസാക്രൈഡിൽ, ഒരു പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോളിമർ അല്ലേ. പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ പോളിമർ ആണ് അല്ലേ. അതായത് ഒന്നുമില്ലടാ, ഒരു മുത്തുമാലയാണ് അല്ലെ. ഒരു മുത്തുമാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ മുത്തുകൾ കോർത്താണ് ഉണ്ടാക്കുക അല്ലെ. അപ്പൊ ഇവിടുത്തെ മുത്തുമാല എന്ന് പറയുന്നത് പോളിസാക്രൈഡ് ആണ്. അപ്പൊ മുത്തുകൾ എന്തായിരിക്കും, മോണോസാക്രൈഡ് ആയിരിക്കും അല്ലെ. മുത്തുകൾ എന്താണ്, മോണോസാക്രൈഡ്. അപ്പൊ ഒരു പോളിസാക്രൈഡില് ഓരോ മോണോസാക്രൈഡിനെയും നമ്മൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് ബോണ്ട് വഴിയാണ് എന്നാണ് ചോദ്യം. എന്ത് ബോണ്ട് വഴിയാണ്? ദാറ്റ് ഈസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, എന്ത് ബോണ്ടാണടാ, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. കണ്ടില്ലേ, ഇതൊരു ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. യെസ്, ഇതൊരു ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ആൻഡ് തൊട്ടടുത്ത് കണ്ടോ നിങ്ങൾ, ഇതൊരു ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്, ഇതൊരു ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അങ്ങനെ ധാരാളം മോണോസാക്രൈഡുകളെ നമ്മൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ലിങ്ക് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു പോളിസാക്രൈഡ് കിട്ടുന്നത്. ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു പ്രോട്ടീനിൽ ധാരാളം അമിനോ ആസിഡ്സ് ഉണ്ടാവും. നമ്മൾ അമിനോ ആസിഡ്സിനെ ഇങ്ങനെ ലിങ്ക് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രോട്ടീൻ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പ്രോട്ടീനിൽ ഈ അമിനോ ആസിഡുകളെ പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്ത് ബോണ്ട് വഴിയാ? എന്ത് ബോണ്ടാണ്? ഇതാണ് അമിനോ ആസിഡ് കേട്ടോ, ഇതാണ് അമിനോ ആസിഡ്, ഇതാണ് ബോണ്ട്. അത് എന്ത് ബോണ്ടാണ്? അത് പെപ്റ്റൈഡ് ബോണ്ടാണ്. ഓക്കെ, എന്താണ് പെപ്റ്റൈഡ് ബോണ്ടാണ്. അപ്പൊ പോളിസാക്രൈഡിൽ മോണോസാക്രൈഡ്സിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ത് ബോണ്ട് വഴിയാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി. ആൻഡ് പ്രോട്ടീനിലെ അമിനോ ആസിഡ്സിനെ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ത് ബോണ്ട് വഴിയാണ്? പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. ഓക്കെ, സെറ്റ് ആയല്ലോ. അതേപോലെ ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുകയാണ് എസ്റ്റർ ബോണ്ട് ഉള്ളത് എവിടെയാ? ലിപ്പിഡിലാണ് കേട്ടോ. എസ്റ്റർ ബോണ്ട് ഉള്ളത് ലിപ്പിഡ്സിലാണ്. അപ്പൊ അതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ അല്ലെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആർത്രോപോഡ്സ്, മാൽപീജിയൻ ട്യൂബ്യൂൾ. അങ്ങനെയാണെങ്കിൽ അനലിഡ്സിൽ എന്തായിരിക്കും? ആർത്രോപോഡിൽ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ എന്ന് പറയുന്നതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഓക്കെ, അനലിഡയിൽ ഇതുപോലെ എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട്. അതേതാണ്? അത് നെഫ്രീഡിയാണ്. ഓക്കെ, അനലിഡയിൽ എന്താണ്? നെഫ്രീഡിയാണ്. നമ്മൾ ഏർത്തുവം ഒക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ നെഫ്രീഡിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നിങ്ങളോട് ചോദിക്കുക, പ്ലാറ്റി ഹെൽമിന്തസിലെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താ? അത് ഫ്ലെയിം സെൽസ് ആണ്. ഓക്കെ, എന്താണടാ? ഫ്ലെയിം സെൽസ് ആണ്. ഓക്കെ, ഇനി ഹെമികോഡേറ്റ്സിൽ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് അവരുടെ പ്രൊബോസസ് ഗ്ലാൻഡ് ആണ്. എന്താണ്? പ്രൊബോസസ് ഗ്ലാൻഡ് ആണ്. യെസ്, അപ്പൊ ഇതുപോലെ ഈ ചാപ്റ്ററിൽ എവിടെയൊക്കെയാണോ ഇങ്ങനെ പെക്യുലർ ആയിട്ട് എക്സ്ക്രീറ്ററി ഓർഗൻ അതൊക്കെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ പഠിക്കുക. ഏതിന്റെ വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആർത്രോപോഡ്സിലെ മാൽപീജിയൻ ട്യൂബ്യൂൾ, അനലിഡയില് നെഫ്രീഡിയ, പ്ലാറ്റി ഹെൽമിന്തസിലെ ഫ്ലെയിം സെൽസ്, ഹെമികോഡേറ്റ്സിലെ പ്രൊബോസസ് ഗ്ലാൻഡ്. Graphical representation of electrical activity of the heart while it is working is given. Write down the different activities of the heart represented by the peaks from P to T. അപ്പൊ മക്കളെ നോക്കിക്കേ, ഇത്രയും നേരം നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്തത്. ഇനി നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്,
അപ്പം ഈ ഒരു ഗ്രാഫിൽ നമുക്കറിയാം കുറെ വേവ്സ് ഉണ്ട് അല്ലെ, അതിൽ പിയും ടിയും എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് ഗ്രാഫ്? ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ നമ്മൾ എന്താ വിളിക്കുക? അത് നമ്മളെ ഹാർട്ടിന്റെ ഈ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ റിതമിക് ആക്ടിവിറ്റീനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ECG. എന്താണ് ECG? അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം. നമുക്ക് എങ്ങനെയാ ഈ ഗ്രാഫ് കിട്ടുന്നേ? അതായത് നമ്മളെ ഹാർട്ടിന്റെ ആക്ടിവിറ്റീനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു മെഷീൻ ഇല്ലേ, ആ മെഷീനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. എന്താ വിളിക്കുക? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അപ്പൊ ഒരാള് നെഞ്ചുവേദനയൊക്കെ വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും പെട്ടെന്ന് പോയിട്ട് ഒരു ECG എടുക്കാൻ. അപ്പൊ തന്നെ ഇയാൾ എവിടേക്ക് കയറും? ECG റൂമിലേക്ക് കയറും അല്ലെ. അപ്പൊ ECGന്റെ റൂം കയറുമ്പോൾ നമുക്കറിയാം അവിടെ മെഷീനും എന്തൊക്കെയോ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇയാളോട് പറയും കിടക്കാൻ. അപ്പൊ ഇയാൾ കിടക്കും. കിടന്നിട്ട് ഇവർ കുറെ ലീഡുകൾ ഇങ്ങനെ നെഞ്ചിലും അതുപോലെ തന്നെ റിസ്റ്റിലും ആങ്കിളിലും ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. ഓക്കെ, ഒട്ടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? അതൊരു വയറിനോട് കണക്റ്റഡ് ആണ്. ആ വയർ ഒരു മെഷീനോട് കണക്റ്റഡ് ആണ്. ആ മെഷീനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് വിളിക്കുക. ഈ മെഷീൻ എന്ത് ചെയ്യും? നമ്മളെ ഹാർട്ടിന്റെ ഈ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, റെക്കോർഡ് ചെയ്യും. അപ്പൊ നിങ്ങളെ മെഷീൻ നോക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെ കുറേ വേവ്സ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, ആ വേവ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രാഫിൽ അങ്ങോട്ട് റിസൾട്ട് ആക്കി എടുക്കും. ഓക്കെ, അപ്പൊ ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയാം. ഓക്കെ, അതിൽ കുറെ വേവ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. എന്തൊക്കെ വേവ്സ് ഉണ്ട്? P വേവ് ഉണ്ട്, QRS കോംപ്ലക്സ് ഉണ്ട്, T വേവ് ഉണ്ട് അല്ലെ. P വേവ് ഉണ്ട്, QRS കോംപ്ലക്സ് ഉണ്ട്, T വേവ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വേവ്സിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, അതായത് നോർമലായിട്ട് വേവ്സ് എങ്ങനെയാണോ ഉണ്ടാവേണ്ടത് അതിന് പകരം വേവ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഹാർട്ടിന് എന്തോ ഒരു തകരാറുണ്ട് എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ഡോക്ടേഴ്സ് അത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ചോദ്യം P വേവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, T വേവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, P വേവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഏട്രിയയുടെ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഏട്രിയയുടെ ഡീപോളറൈസേഷനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏട്രിയക്ക് ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഏട്രിയ കോൺട്രാക്ട് ചെയ്യും. അതായത് നമ്മുടെ രണ്ട് ഏട്രിയയും എന്ത് സംഭവിക്കും? കോൺട്രാക്ഷൻ സംഭവിക്കും. അതാണ് P വേവ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് QRS കോംപ്ലക്സ് അല്ലെ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, നിങ്ങൾ എഴുതണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. QRS കോംപ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ വെൻട്രിക്കിൾസിന്റെ ഡീപോളറൈസേഷൻ ആണ്. അതായത് വെൻട്രിക്കിൾസ് ഡീപോളറൈസ്ഡ് ആകുമ്പോൾ വെൻട്രിക്കിൾസിന് എന്ത് സംഭവിക്കും? വെൻട്രിക്കിൾസിന് കോൺട്രാക്ഷൻ സംഭവിക്കും. ഓക്കെ, വെൻട്രിക്കിൾസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. അതാണ് നമ്മുടെ QRS കോംപ്ലക്സ്. അതാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ QRS കോംപ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒന്ന് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. QRS കോംപ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ദാറ്റ് ഈസ് ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ്. അതായത് വെൻട്രിക്കിൾസിന്റെ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സമയത്താണ് എന്തും സംഭവിക്കുക. അതായത് നമ്മുടെ വെൻട്രിക്കിൾസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന അതേ സമയത്താണ് നമ്മുടെ ഏട്രിയക്ക് എന്ത് സംഭവിക്കുന്നത്? ഏട്രിയക്ക് റീപോളറൈസേഷൻ സംഭവിക്കുന്നത് അല്ല. റീപോളറൈസേഷൻ, ഏട്രിയയുടെ റീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഏട്രിയ റിലാക്സ് ചെയ്യുന്നു അല്ലെ. ഏട്രിയയുടെ എന്ത് സംഭവിക്കും? റിലാക്സേഷൻ. ഏട്രിയയുടെ റിലാക്സേഷൻ. ഓക്കെ, നെക്സ്റ്റ് T വേവ്. T വേവ് എന്ന് പറയുമ്പോൾ നേരത്തെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏട്രിയ എന്തായാലും കോൺട്രാക്ട് ചെയ്തു, റിലാക്സ് ചെയ്തു. പിന്നെ നേരത്തെ QRS കോംപ്ലക്സിന്റെ സമയത്ത് വെൻട്രിക്കിൾ എന്ത് ചെയ്തു? കോൺട്രാക്ട് ചെയ്തു. ഇനി വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യണ്ടേ? അതായത് വെൻട്രിക്കിളിന് റീപോളറൈസേഷൻ സംഭവിക്കണ്ടേ? അപ്പൊ T വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കിൾസിന്റെ റീപോളറൈസേഷൻ ആണ്. അപ്പൊ വെൻട്രിക്കിൾ എന്താ ചെയ്യുക? അവരവരുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് പോകും. അതായത് വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യും. ഓക്കെ, വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യും. ഓക്കെ, അതാണ് T വേവ്. സെറ്റ് ആയല്ലോ. അപ്പൊ P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. അപ്പൊ സിസ്റ്റോളും ഡയസ്റ്റോളും വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാ? കോൺട്രാക്ഷൻ സിസ്റ്റോൾ ആണെന്ന് നമുക്കറിയാം, റിലാക്സേഷൻ ഡയസ്റ്റോൾ ആണെന്ന് നമുക്കറിയാം. അപ്പൊ P വേവ് എന്ന് പറയുമ്പോൾ ഏട്രിയയുടെ ഡീപോളറൈസേഷൻ, അതായത് ഏട്രിയയുടെ കോൺട്രാക്ഷൻ, അതായത് ഏട്രിയയുടെ സിസ്റ്റോള് അല്ലെ, ഏട്രിയയുടെ സിസ്റ്റോള് റെപ്രസെന്റ് ചെയ്യുന്നു. QRS കോംപ്ലക്സിന്റെ സമയത്ത് നമുക്കറിയാം എന്താ പറയാ, വെൻട്രിക്കിൾസ് എന്താവുന്നു? ഡീപോളറൈസ്ഡ് ആവുന്നു. വെൻട്രിക്കിൾസിന്റെ ഡീപോളറൈസേഷൻ, അതുപോലെ തന്നെ വെൻട്രിക്കിളിന്റെ കോൺട്രാക്ഷൻ ആൻഡ് വെൻട്രിക്കിളിന്റെ സിസ്റ്റോൾ ആണ് അത് കാണിക്കുന്നത്. ഓക്കെ, അതേ സമയത്ത് തന്നെ ഏട്രിയക്ക് എന്ത് സംഭവിക്കും? റിലാക്സേഷൻ അല്ലെങ്കിൽ റീപോളറൈസേഷൻ അല്ലെങ്കിൽ എന്താ? ഡയസ്റ്റോൾ ഓഫ് ഏട്രിയ. ഇനി T വേവിന്റെ സമയത്ത് വെൻട്രിക്കിൾസിന്റെ റീപോളറൈസേഷൻ, അതായത് വെൻട്രിക്കിൾസിന്റെ റിലാക്സേഷൻ, അത് നമുക്ക് എന്ത് പറയാം? വെൻട്രിക്കിൾസിന്റെ ഡയസ്റ്റോൾ.
ഓക്കെ, വെൻട്രിക്കിൾസിന്റെ ഡയസ്റ്റോൾ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്താ ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് ECG എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഗ്രേറ്റ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഒന്നുമില്ല, QRS കോംപ്ലക്സ് എണ്ണുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഹാർട്ട് ബീറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കും. അതേപോലെ ഈ ഒരു PQRST വേവുകൾക്ക് അല്ലെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഹാർട്ടിന് എന്തോ തകരാറുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. സോ അതിന് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നെയിം ദ മിനറൽ അയോൺ വിച്ച് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ മസിൽ കോൺട്രാക്ഷൻ. എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ. ഓക്കെ, അപ്പോൾ തുടക്കം മുതൽ നമ്മൾ പറയണം അല്ലേ. അതായത് ഏത് മിനറൽ അയോൺ ആണ് മസിൽ കോൺട്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? സത്യം പറഞ്ഞാൽ ഈ മിനറൽ അയോൺ ആണ് മസിൽ കോൺട്രാക്ഷനെ അങ്ങോട്ട് തുടക്കം കുറിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ ഒരു മിനറൽ അയോണിന്റെ ആ ഒരു റോളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് പറയാം. ബാക്കിയുള്ള നോക്കിക്കേ. അതായത് നമ്മുടെ മസിൽ കോൺട്രാക്ട് ചെയ്യണം അല്ലെ, മസിൽ എന്ത് ചെയ്യണം? കോൺട്രാക്ട് ചെയ്യണം അല്ലെ. അപ്പം മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു റെസ്പോൺസ് വരണം. സെൻട്രൽ നെർവസ് സിസ്റ്റം പറയണം മസിൽ ഫൈബർ, മസിൽ സെല്ലിനോട്, അതായത് നിനക്ക് കോൺട്രാക്ട് ചെയ്യാൻ സമയമായി, നീ കോൺട്രാക്ട് ചെയ്തോന്ന്. അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈ ഒരു റെസ്പോൺസിനെ കൊടുക്കുന്നത് ആര് വഴിയാണ്? നമ്മുടെ മോട്ടോർ ന്യൂറോൺ വഴിയാണ്. ആര് വഴിയാണ്? മോട്ടോർ ന്യൂറോൺ വഴിയാണ്. ഓക്കെ, മോട്ടോർ ന്യൂറോൺ വഴിയാണ്. അപ്പൊ മോട്ടോർ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബില് എന്തെത്തുന്നു? ഇമ്പൾസ് എത്തുന്നു. മോട്ടോർ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബില് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വന്ന എന്തെത്തുന്നു? ഇമ്പൾസ് എത്തുന്നു. ഓക്കെ, ഇമ്പൾസ് എത്തുന്നു. ഇവിടെ ആരാ ഉള്ളത്? അതായത് നമ്മളെ മോട്ടോർ ന്യൂറോണിന്റെ തൊട്ടടുത്ത് ആരുണ്ട്? മസിൽ ഫൈബർ ഉണ്ട്, അല്ലെങ്കിൽ മസിൽ സെല്ലുണ്ട്. ഓക്കെ, മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെല്ലുണ്ട്. ഓക്കെ, ഇവരുടെ ഈ ഒരു ജംഗ്ഷനെ നമ്മൾ എന്താ വിളിക്കുക? അതായത് ഒരു മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറും തമ്മിൽ കൂട്ടിമുട്ടുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അതൊരു ടൈപ്പ് സിനാപ്സ് ആണ്. ഓക്കെ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ഇവരുടെ ഈ കണക്ഷനെ നമ്മൾ എന്താ വിളിക്കുക? അതായത് മോട്ടോർ ന്യൂറോൺ പ്ലസ് മസിൽ സെൽ, ഇതിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. എന്താണ് വിളിക്കുക? മോട്ടോർ എൻഡ് പ്ലേറ്റ്. ഓക്കെ, മോട്ടോർ എൻഡ് പ്ലേറ്റ്. ഓക്കെ, അങ്ങനെ മോട്ടോർ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിൽ എന്ത് എത്തിയിട്ടുണ്ട്? നമ്മുടെ ഇമ്പൾസ് എത്തിയിട്ടുണ്ട്. അത് ആരാ തിരിച്ചറിയുക? ആ ഇമ്പൾസ് വന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് ഈ സിനാപ്റ്റിക് നോബിന്റെ അകത്തിരിക്കുന്ന സിനാപ്റ്റിക് വെസിക്കിൾസ് ആണ്. ആരാ തിരിച്ചറിയുന്നത്? സിനാപ്റ്റിക് വെസിക്കിൾസ് ആണ്. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ അകത്ത് ആരാണ് ഒളിച്ചിരിക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെ. ആരുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. അസറ്റൈൽ കൊളീൻ. ഓക്കെ, എന്താണ്? അസറ്റൈൽ കൊളീൻ. അപ്പൊ ഈ അസറ്റൈൽ കൊളീൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമ്മുടെ സിനാപ്റ്റിക് വെസിക്കിളിലുള്ളത്. എപ്പോഴാണോ ഇമ്പൾസ് എത്തുന്നത് അത് സിനാപ്റ്റിക് വെസിക്കിൾ തിരിച്ചറിയുന്നു. അപ്പൊ തന്നെ സിനാപ്റ്റിക് വെസിക്കിള് ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിൻ, അതായത് സിനാപ്റ്റിക് നോബിന്റെ അവിടെ വരുന്ന പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്തിട്ട് അവർ എന്തിനെ റിലീസ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും. അപ്പൊ നമുക്കറിയാം നമ്മുടെ മസിൽ സെല്ലിൽ എന്തുണ്ട്? അതായത് റിസെപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസെപ്റ്റേഴ്സിനോട് ആര് പോയിട്ട് ബൈൻഡ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ തന്നെ എന്താ സംഭവിക്കുക? അതായത് ഈ മസിൽ സെല്ലിന്റെ സാർക്കോലെമയിൽ അല്ലെ, മസിൽ സെല്ലിന്റെ ആ ഒരു പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ എന്താ വിളിക്കുക? സാർക്കോലെമ. സാർക്കോലെമ എന്താകും? സ്റ്റിമുലേറ്റഡ് ആകും. ഓക്കെ, അതായത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എവിടെ ജനറേറ്റ് ആകും? നമ്മുടെ ഈ ഒരു മസിൽ സെല്ലിൽ ജനറേറ്റഡ് ആകും. അത് സാർക്കോലെമയിൽ ജനറേറ്റഡ് ആകും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഇമ്പൾസ് കിട്ടി. ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ആയി, സ്റ്റിമുലേറ്റഡ് ആയി. അപ്പം ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് എവിടെ സ്പ്രെഡ് ആകും? നമ്മളെ മസിൽ സെല്ലിന്റെ സൈറ്റോപ്ലാസം, അതിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? സാർക്കോപ്ലാസം. ഈ സാർക്കോപ്ലാസത്തിൽ അങ്ങോട്ട് സ്പ്രെഡ് ആകും. അപ്പൊ സാർക്കോപ്ലാസം മുഴുവനും ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ആരിത് തിരിച്ചറിയും? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം അത് തിരിച്ചറിയും. അപ്പൊ തന്നെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനെ റിലീസ് ചെയ്യും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ് അല്ലെ. അപ്പൊ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനെ റിലീസ് ചെയ്യാൻ തുടങ്ങും? സാർക്കോപ്ലാസത്തിലേക്ക് കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ധാരാളം കാൽഷ്യം അയോൺസിനെ നമുക്ക് കിട്ടി. ഓക്കെ, മറ്റൊരു കാര്യം എന്താണ്? മറ്റൊരു കാര്യം എന്താ? അതായത് മക്കളെ നോക്കിക്കടാ, അതായത് ഇത് നമ്മുടെ എന്താണ്? ആക്റ്റിൻ ആണ്. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്? മയോസിൻ ആണ്. ഓക്കെ, ഇത് മയോസിൻ ആണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് മയോസിന്റെ ഹെഡ് ആണ്. ഓക്കെ, ഇത് മയോസിന്റെ ഹെഡ് ആണ്. ഓക്കെ, ഈ മയോസിന്റെ ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യേണ്ടത് ആക്റ്റിന്റെ മേലെയുള്ള ഈ ഒരു സൈറ്റിലാണ്. ഈ സൈറ്റിനെ നമുക്ക് മയോസിൻ ബൈൻഡിങ് സൈറ്റ് എന്ന് വിളിക്കാം. മയോസിൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, മയോസിൻ ബൈൻഡിങ് സൈറ്റ്. മക്കളെ ഒരൊറ്റ സെക്കൻഡ്
മാം ഒരു കാര്യം നോക്കിക്കോട്ടെ. ഓക്കെ, മയോസിൻ ബൈൻഡിങ് സൈറ്റ് അതാണൊന്നുമില്ല, ഇത് ആക്ടിൻ ആണെന്ന് വിചാരിക്കുക. എൻ്റെ ഈ കൈപ്പത്തി കണ്ടോ, ഇത് ആണ് മയോസിൻ വന്ന് ബൈൻഡ് ചെയ്യേണ്ട മയോസിൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആര് റെഡി ആയിട്ട് നിൽക്കുകയാണ്? മയോസിന്റെ ഹെഡ് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആക്ടിനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ. പക്ഷേ അതത്ര എളുപ്പത്തിൽ നടക്കൂല. കാരണം എന്താണ്? ഇവരെ പരസ്പരം ഇങ്ങനെ ഒന്നിക്കാൻ വിടാതെ ട്രോപ്പോനിൻ സബ് യൂണിറ്റ്സ്, ആക്ടിന്റെ ട്രോപ്പോനിൻ സബ് യൂണിറ്റ്സ് എന്ത് ചെയ്യും? ഈ മയോസിൻ ബൈൻഡിങ് സൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആരുണ്ട്? ട്രോപ്പോനിൻ സബ് യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതാരാണ്? ട്രോപ്പോനിൻ അല്ലെ. ഈ ട്രോപ്പോനിൻ സമ്മതിക്കൂല ആരെ? മയോസിന്റെ ഹെഡിനെ ആക്ടിനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ. ട്രോപ്പോനിന് ഒരാളെ മാത്രമേ പേടിയുള്ളൂ, കാൽഷ്യം അയോൺസ്. ഓക്കെ, അപ്പൊ നേരത്തെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? കാൽഷ്യം അയോൺസ് കിട്ടിയിട്ടില്ലേ? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം സാർക്കോപ്ലാസത്തിലേക്ക് കാൽഷ്യത്തിന് അങ്ങോട്ട് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കാൽഷ്യം ഓടി ഇങ്ങ് വരും, കാൽഷ്യം ഓടി വരും. എന്തിനു വേണ്ടിയിട്ടാ? ട്രോപ്പോനിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ. അങ്ങനെ കാൽഷ്യം ട്രോപ്പോനിനുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് കാൽഷ്യം ട്രോപ്പോനിനെ ഇവിടുന്ന് പിടിച്ചങ്ങ് മാറ്റും. ഓക്കെ, അതായത് ഇവിടെയാണ് ആരിയ്ക്കുന്നത്? ട്രോപ്പോനിൻ ഇരിക്കുന്നത്. ട്രോപ്പോനിനുമായിട്ട് ആര് ബൈൻഡ് ചെയ്തു? കാൽഷ്യം അല്ല. അപ്പം ആ കാൽഷ്യം ട്രോപ്പോനിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, ട്രോപ്പോനിൻ ഇവിടുന്ന് പിടിച്ച് മാറ്റുന്നു. അപ്പൊ ഇവിടെ എന്ത് എക്സ്പോസ്ഡ് ആയി? അതായത് മയോസിൻ ബൈൻഡിങ് സൈറ്റ് എക്സ്പോസ്ഡ് ആയി. ഇനി ആർക്ക് വന്ന് ബൈൻഡ് ചെയ്യാം? മയോസിന്റെ ഹെഡിന് സുഖമായിട്ട് ആക്ടിനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാം. ഓക്കെ, ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ അവർ എന്ത് ഫോം ചെയ്യും? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും അല്ലെ. എന്ത് ഫോം ചെയ്യും? ആ ബൈൻഡിങ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ആൻഡ് മയോസിന്റെ ഹെഡ് റൊട്ടേറ്റ് ആവുന്നതിനനുസരിച്ച് ആക്ടിനെ അവർ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും. ഓക്കെ, അപ്പോഴാണ് ഐ ബാൻഡ് ഇങ്ങനെ നിന്ന് ഐ ബാൻഡുകൾ എന്ത് ചെയ്യുന്നത്? അടുത്തടുത്തേക്ക് വരുന്നത്, ഓവർലാപ്പ് ചെയ്യുന്നത്. ആ ഐ ബാൻഡുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യും, മയോസിന്റെ മേലെയും ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന സെഡ് ലൈൻ അടുത്തടുത്തേക്ക് വരും. ഇങ്ങനെയായിരുന്നു സാർക്കോമിയർ. സാർക്കോമിയറിന്റെ ലെങ്ത് ഷോർട്ടൻ ചെയ്യും. അപ്പൊ എന്താ? മസിൽ കോൺട്രാക്ട് ചെയ്തു. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, മസിൽ കോൺട്രാക്ഷൻ ഇവിടെ നടക്കണമെങ്കിൽ ട്രോപ്പോനിൻ അവിടെ നിന്ന് മാറണം, എന്നാലേ ആക്ടിനും മയോസിനും ബൈൻഡ് ചെയ്യുന്നുള്ളൂ. ട്രോപ്പോനിൻ അവിടെ നിന്ന് മാറണമെങ്കിൽ കാൽഷ്യം അയോൺസ് വരണം. അപ്പൊ ആരാണ് മെയിൻ ആയിട്ട് മസിൽ കോൺട്രാക്ഷനിൽ എന്താ പറയുക പ്രധാനപ്പെട്ട റോള് കാണിക്കുന്നത്? കാൽഷ്യം അയോൺസ് അല്ലേ. സോ ദ ആൻസർ ഇസ് കാൽഷ്യം അയോൺസ്. അതിന്റെ റോളാണ് ഞാനിപ്പോ പറഞ്ഞത്. സെറ്റ് ആയല്ലോ. അതായത് ഒന്നുമില്ല, ആക്ടിന്റെ മേലെയുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റിലെ ആ മാസ്കിങ്, ട്രോപ്പോനിൻ മാസ്ക് ചെയ്തിരിക്കുകയാണ്. ആ മാസ്കിങ് ഒഴിവാക്കുന്നത് ആരാണ്? കാൽഷ്യം അയോൺസ് ആണ്. ബിക്കോസ് കാൽഷ്യം ബൈൻഡ്സ് വിത്ത് ട്രോപ്പോനിൻ. സെറ്റ് ആയല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോഫാക്ടർ ആൻഡ് കോ എൻസൈം വിത്ത് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. അപ്പോൾ കോഫാക്ടറും കോ എൻസൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എക്സാമ്പിൾസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പല കുട്ടികളും തെറ്റിച്ചെഴുതാറുണ്ട്. ഇത് രണ്ടും രണ്ട് സാധനമാണെന്നാണ് വിചാരിക്കുക. സത്യം പറയുകയാണെങ്കിൽ രണ്ടും ഒരേ കാറ്റഗറിയാണടാ. കോഫാക്ടറിന്റെ ഒരു കാറ്റഗറിയാണ് കോ എൻസൈം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയാം എൻസൈംസ് പ്രോട്ടീൻസ് ആണ്. പക്ഷെ ചില എൻസൈംസ് കംപ്ലീറ്റ്ലി പ്രോട്ടീൻ അല്ല. ചില എൻസൈംസിന്റെ കൂടെ എന്തുണ്ടാവും? നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾ നോക്കിക്കേ, ഇതെന്ത് എൻസൈമാ? ഹോളോ എൻസൈം ആണ് കേട്ടോ. ഹോളോ എൻസൈം. ഇപ്പൊ ഹോളോ എൻസൈമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രോട്ടീൻ പാർട്ടും ഉണ്ടാകും, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാകും. ഈ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എപ്പോ എൻസൈം. എന്താണ് എപ്പോ എൻസൈം? ഈ നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. എന്താണ് വിളിക്കുന്നത്? കോഫാക്ടർ. കോഫാക്ടർ എന്താണ്? നോൺ പ്രോട്ടീൻ പാർട്ട്. ഇറ്റ് ഇസ് ദ നോൺ പ്രോട്ടീൻ പാർട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നാം അതായത് എൻസൈംസിന് എന്തിനാ ഈ നോൺ പ്രോട്ടീൻ പാർട്ട് എന്നല്ലേ. അപ്പൊ എല്ലാ എൻസൈംസിനും നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവണമെന്നില്ല. ചില എൻസൈംസിന് മാത്രമേ എന്തുള്ളൂ? ഈ ഒരു കോഫാക്ടർ ഉള്ളൂ. അപ്പം കോഫാക്ടർ ഉള്ള എൻസൈംസിൽ നിന്ന് നമ്മൾ ഈ കോഫാക്ടറിനെ അങ്ങോട്ട് പറിച്ചു മാറ്റിയാൽ, അതായത് ഇവരെ പരസ്പരം വേർപിരിക്കുകയാണെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആയി പോവും. എൻസൈം എന്തായി പോവും? സ്വിച്ച് ഓഫ് ആയി പോവും. ഓക്കെ, കാരണം എൻസൈമിന് ആരെ ഭയങ്കര ഇഷ്ടമാണ്? കോഫാക്ടറിന് ഇഷ്ടമാണ്. കോഫാക്ടർ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എൻസൈമിന്റെ ആ ഒരു ആക്ടിവിറ്റീനെ അല്ലെ, അതായത് റിയാക്ഷന്റെ റേറ്റിനെ ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു എൻസൈമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കോഫാക്ടർ. ബെസ്റ്റ് ഫ്രണ്ട് എന്താ ചെയ്യുക? ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പൊ എൻസൈമിനെ ആ ഒരു റിയാക്ഷൻ റേറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ ഒരു ആക്ടിവിറ്റി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കോഫാക്ടർ. അപ്പൊ കോഫാക്ടർ നമ്മളെടുത്ത് മാറ്റുകയാണെങ്കിൽ എൻസൈം സ്വിച്ച് ഓഫ് ആയി പോകും, എൻസൈം ഇനാക്റ്റീവ് ആയി പോകും. സോ ഇറ്റ് ഇസ് മാൻഡറ്ററി. ഓക്കെ, യെസ്. അപ്പം നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം ഇസ് കോൾഡ് കോഫാക്ടർ. അപ്പൊ കോഫാക്ടറിൽ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾസ് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. കോഫാക്ടർ ശരിക്കും രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇനോർഗാനിക് കോഫാക്ടർ, മറ്റൊന്ന് ഓർഗാനിക് കോഫാക്ടർ. എന്താണ്? ഇനോർഗാനിക് കോഫാക്ടറും ഉണ്ട്, ഓർഗാനിക് കോഫാക്ടറും ഉണ്ട്. ഇനോർഗാനിക്കിൽ വരുന്നതാണ് മെറ്റൽ അയോൺസ്. ഇനോർഗാനിക്കിൽ വരുന്നതാണ് മെറ്റൽ അയോൺസ് കേട്ടോ.
ഓർഗാനിക്കിന് വീണ്ടും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കോ എൻസൈം, ഒന്നെന്താണ് കോ എൻസൈം, മറ്റൊന്നാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. എന്താണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്? ഒന്ന് കോ എൻസൈമും മറ്റൊന്നെന്താണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പും. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ കോഫാക്ടർ രണ്ട് ടൈപ്പ്, ഇനോർഗാനിക് ഓർഗാനിക്. ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ മെറ്റലയോൺസ് ആണ്, ഓർഗാനിക് രണ്ട് ടൈപ്പ്, കോ എൻസൈമും പ്രോസ്തറ്റിക് ഗ്രൂപ്പും. ഇനി എന്തൊക്കെയാണ് ഇനോർഗാനിക് കോഫാക്ടറിന്റെ എക്സാമ്പിൾസ്? ഇപ്പൊ റുബിസ്കോ ഉണ്ടാവില്ലേ, റുബിസ്കോയിൽ എന്തുണ്ട്? മെഗ്നീഷ്യം അയോൺസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈമിൽ സിങ്ക് നമുക്ക് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റൂടാ? സിങ്ക് അയോൺസിന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഓർഗാനിക്കിലേക്ക് വരാം. എന്താണ് കോ എൻസൈം? അതായത് വൈറ്റമിൻസിൽ നിന്ന് ഉണ്ടായി വന്ന വൈറ്റമിൻ ഡെറിവേറ്റീവ്സ് ആണ് കോ എൻസൈംസ് എന്ന് പറയുന്നത്. ഇവര് എൻസൈമിനോട് ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. അതായത് ഒരു എൻസൈമുമായിട്ട് ഇവരിങ്ങനെ ലൂസായിട്ട് ലിങ്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾസ് NAD, FAD, ഇതെല്ലാം എന്താണ്? കോ എൻസൈംസ് ആണ്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവർ കോവലന്റ്ലി ബൗണ്ട് ആയിരിക്കും എൻസൈമായിട്ട്. കോവലന്റ്ലി ബൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും എൻസൈമുമായിട്ട്. എക്സാമ്പിള് ഹീം. ഓക്കെ, ഹീം അതായത് പെറോക്സിഡേസിലൊക്കെ കാണുന്ന ഹീം എന്താണ്? അതൊരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആണ് കേട്ടോ. സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ നോക്കിക്കേടാ, അപ്പൊ കോഫാക്ടർ എന്താന്ന് ചോദിച്ചാൽ ജസ്റ്റ് പറയുക. അതായത് ഇറ്റ് ഇസ് എ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം. എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ തന്നത്തിൽ ഏതും എഴുതാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റുബിസ്കോയിലുള്ള Mg2+, കാർബോക്സി പെപ്റ്റിഡേസിലുള്ള സിങ്ക് എന്തും എഴുതാം, അല്ലെങ്കിൽ FAD NAD എഴുതാം, അല്ലെങ്കിൽ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആയിട്ടുള്ള ഹീം എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, കോ എൻസൈം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഇറ്റ് ഇസ് ദ നോൺ പ്രോട്ടീൻ ഓർഗാനിക് പാർട്ട് ഓഫ് എൻ എൻസൈം ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം വൈറ്റമിൻസ്. ഇറ്റ് ഇസ് ലൂസ്ലി ബൗണ്ട് ടു എൻസൈംസ്. എക്സാമ്പിൾ FAD NAD എക്സെട്ര. ഓക്കെ അല്ലേ? യെസ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ടേം ഫോർ ദ ഡിസോർഡേഴ്സ് സ്റ്റേറ്റഡ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിൽ കുറെ ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. യൂറീമിയ, പിന്നെ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, അങ്ങനെ കുറെ എണ്ണം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? യെസ്. ഫസ്റ്റ് അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെ കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ? ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യും. ബ്ലഡിനെ കിഡ്നി എന്താ ചെയ്യുന്നത്? ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് ബ്ലഡിലുള്ള നൈട്രോജീനസ് വേസ്റ്റിനെ, അല്ലെ, നൈട്രോജീനസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മളൊക്കെ യൂറിയോടെലിക് ഓർഗാനിസംസ് അല്ലേ? സോ യൂറിയ, ഇപ്പൊ യൂറിയ പോലുള്ള നൈട്രോജീനസ് വേസ്റ്റിനെയൊക്കെ അരിച്ച് മാറ്റിയിട്ട് യൂറിൻ ഫോം ചെയ്യും. എന്നിട്ട് ആ യൂറിനെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ഇതാണ് നമ്മളെ കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അല്ലേ? അപ്പൊ ഈ കിഡ്നി വർക്ക് ചെയ്യാതായാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ പിന്നെ ബ്ലഡിനെ ആര് ഫിൽട്ടർ ചെയ്യും? ആര് യൂറിയനെയൊക്കെ അരിച്ച് മാറ്റും? ആര് യൂറിൻ ഉണ്ടാക്കും? ആര് യൂറിനെ എലിമിനേറ്റ് ചെയ്യും? ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ യൂറിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോഡറേറ്റ്ലി ടോക്സിക് ആണ്. അത് കൂടുതൽ സമയം ബ്ലഡിൽ നിന്ന് നമ്മളെ ശരീരത്തിന് പ്രശ്നമാണ്. ഓക്കെ, സോ കിഡ്നി കംപ്ലൈന്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ യൂറിയ നമ്മളെ ബ്ലഡിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അതൊരു രോഗാവസ്ഥയ്ക്ക് കാരണമാണ്. ഏത് രോഗമാണത്? യുറീമിയ. എന്താണടാ? യുറീമിയ. ഇറ്റ് ഈസ് കോൾഡ് ആസ് യുറീമിയ. സെറ്റ് അല്ലേ? അപ്പൊ യുറീമിയ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അതായത് ഹീമോഡയാലിസിസ് ചെയ്യുക. ഹീമോഡയാലിസിസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കിഡ്നി വർക്ക് ചെയ്യുന്നില്ല. സോ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് യൂറിയനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡിൽ നിന്ന് അരിച്ചു മാറ്റും. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് ഇനി ഒട്ടും ഹീമോഡയാലിസിസിലും നമ്മളെ ജീവൻ നിലനിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹെൽത്തി ഡോണറിൽ നിന്ന് കിഡ്നി നമ്മൾ സ്വീകരിക്കും. കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസോളിബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട്സ് ഇൻ ദ കിഡ്നി. അതായത് നമ്മുടെ കിഡ്നിയുടെ ഉള്ളിലെ കാൽഷ്യം സോൾട്ട് അല്ലെങ്കിൽ ഒക്സാലേറ്റ്സ്, സൾഫേറ്റ്സ് പോലെയുള്ള ലവണങ്ങൾ, സോൾട്ടുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിൽ അല്ലെ, സോളിഡ് ഫോമിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കെട്ടിക്കിടക്കും, കല്ലുകളായിട്ട് കെട്ടിക്കിടക്കും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് റീനൽ കാൽക്കുലൈ. എന്താണ് വിളിക്കുക? റീനൽ കാൽക്കുലൈ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്ന് കൂടി വിളിക്കാൻ പറ്റും? കിഡ്നി സ്റ്റോൺ. ഓക്കെ, എന്തെന്ന് കൂടി വിളിക്കാം? കിഡ്നി സ്റ്റോൺ എന്ന് കൂടി വിളിക്കാം കേട്ടോ. എന്താ ഈ സ്റ്റോണിന്റെ പ്രത്യേകത? ഒന്ന്, കിഡ്നിയുടെ ഉള്ളിൽ ഇവർ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും, ഭയങ്കര വേദന, അബ്ഡമിനൽ പെയിൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സ്റ്റോൺ നമ്മളെ യൂറിറ്ററിലേക്ക് ഇറങ്ങിച്ചെല്ലും, എന്നിട്ട് യൂറിറ്ററിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തും, എന്നിട്ട് യൂറിനറി ബ്ലാഡറിന്റെ ഫംഗ്ഷനിങ് ഒക്കെ എന്ത് ചെയ്യും? സ്ലോ ആക്കും, അവിടെയും ബ്ലോക്കേജ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഭയങ്കര വേദന, ഛർദി, പനി എല്ലാം ഉണ്ടാവും. ഈ കല്ലിന് ഓരോ വലുപ്പമുണ്ട്. അതായത് വളരെ ചെറിയ മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും വെള്ളം കുടിച്ച് ഒഴിവാക്കാം, അല്ലെങ്കിൽ മരുന്ന് കുടിക്കാം. വലിയ കല്ലുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സർജറി ചെയ്തിട്ടാണ് തന്നെ റിമൂവ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് സർജിക്കൽ മെത്തേഡ് ഫോർ ദ കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ. അതായത് നമ്മളെ
കിഡ്നി ഫെയിലായി പോകുന്നതിനെ, കിഡ്നിയുടെ ഫംഗ്ഷനിങ് നിന്ന് പോകുന്നതിനെയാണ് നമ്മൾ റീനൽ ഫെയിലിയേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സർജിക്കൽ മെത്തേഡ് എന്താ? ഒന്നുമില്ല, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവുക, ടിഷ്യൂസ് മാച്ച് ആവുക, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഹെൽത്തി ഡോണറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കിഡ്നി സ്വീകരിക്കും. അപ്പോൾ എന്താ, ഇതാണ് നമ്മുടെ കംപ്ലൈന്റ് ആയിട്ടുള്ള കിഡ്നി എന്ന് വിചാരിക്കുക. ഈ കിഡ്നീനെ നമ്മൾ ഒഴിവാക്കിയിട്ടാണോ ആ സ്ഥാനത്തേക്ക് പുതിയ കിഡ്നീനെ റീപ്ലേസ് ചെയ്യുന്നത്? അല്ല കേട്ടോ, ഇതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ന്യൂ കിഡ്നീനെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് യൂറിറ്റർ വഴി എന്ത് ചെയ്യും? യൂറിനറി ബ്ലാഡറിലേക്ക് അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. എന്താണ് വിളിക്കുക? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി, അതായത് നമ്മുടെ ഗ്ലോമറൂലസ് വീങ്ങുക, ഗ്ലോമറൂലസിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുക, അതിനെ വിളിക്കുന്ന പേരെന്താ? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. എന്താണ് വിളിക്കുക? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. എന്താ സംഭവം? ഇപ്പൊ നമ്മൾ അമിതമായിട്ട് എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുക, മെഡിസിൻസ് യൂസ് ചെയ്യുക, അതും ഡ്രഗ്സ് തന്നെയാണല്ലോ. മരുന്നുകൾ നമ്മൾ കാലാകാലങ്ങളിൽ കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലോമറൂലസ് എന്ത് ചെയ്യും? ഗ്ലോമറൂലസിൽ ആ ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ അങ്ങോട്ട് വീങ്ങും, ഇൻഫ്ലെയിംഡ് ആവും അല്ലെ? ആ ഒരു അവസ്ഥയാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ്. സോ accumulation of urea in blood, uremia, insoluble mass of crystallized salts in the kidney, that is renal calculi അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ. പിന്നെ സർജിക്കൽ മെത്തേഡ് ഫോർ ദ കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ, അത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഓക്കെ, ഇനി മക്കളെ, ഇനി ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം പൊതുവേ നമ്മുടെ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസോ കീറ്റോൺ ബോഡീസോ നഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ പ്രമേഹ രോഗികളാണെങ്കിൽ, അതായത് നമുക്ക് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെങ്കിൽ, നമ്മുടെ യൂറിനിലൂടെ എന്ത് എലിമിനേറ്റ് ആവും? ഗ്ലൂക്കോസും അതുപോലെ തന്നെ കീറ്റോൺ ബോഡീസും ഒക്കെ എലിമിനേറ്റഡ് ആകും. ഗ്ലൂക്കോസ് നഷ്ടപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസൂറിയ. എന്താണ്? ഗ്ലൈക്കോസൂറിയ. ആൻഡ് കീറ്റോൺ ബോഡീസ് നഷ്ടപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് കീറ്റോനൂറിയ. എന്താണ്? കീറ്റോനൂറിയ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹീമോഡയാലിസിസ്. നിങ്ങൾക്ക് അറിയാലോ, അതായത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കിഡ്നി ഫെയിലായി പോയ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി, അതായത് ഡയാലിസിസ് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യും. അതായത് നമ്മളെ ബ്ലഡിനെ നേരെ ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യും. ആൻഡ് അവിടെ വെച്ചിട്ട് ബ്ലഡ് ഫിൽട്ടർ ആക്കും. പ്യുവർ ബ്ലഡ് തിരിച്ച് നമ്മളെ ബോഡിയിലേക്ക് തന്നെ കയറും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് വിളിക്കുക കേട്ടോ. മെൻഷൻ എ സിംഗിൾ വേർഡ് or term for the following. File-like rasping organ in mollusca. Property of a living organism to emit light. Alternation of generation in cnidarians. Hollow bones with air cavities. മക്കളെ നോക്കിക്കേ, ഫയൽ-ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊളുസ്ക. എന്താ ഫയൽ-ലൈക്ക് റാസ്പിംഗ് ഓർഗൻ? നമ്മളെ മൊളുസ്കൻസ് ഫീഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നില്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് അവരുടെ മൗത്തിൽ ഒരു പ്രത്യേകതരം ഓർഗൻ ഉണ്ട്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് റാഡുല. എന്താണ്? ഫീഡിങ്ങിന് വേണ്ടിയിട്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മൊളുസ്കേന്റെ മൗത്തിൽ ഒരു ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ആസ് റാഡുല. അത് അവരുടെ മാത്രം പെക്യുലിയർ ഫീച്ചർ ആണ് കേട്ടോ, അവരുടെ മാത്രം ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് റാഡുല. അപ്പൊ റാഡുല കേട്ട അപ്പോൾ ഓർത്തോലെ മൊളുസ്ക. പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് നാട്ടിലൊക്കെ മിന്നാമിനിങ് ഉണ്ടല്ലേ, അവർ പ്രകാശം പരത്തും. അതുപോലെ കടലിന്റെ ഉള്ളിൽ പ്രകാശം ഇങ്ങനെ പരത്തുന്ന, ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ഒരു ജീവിയുണ്ട്. ഓക്കെ, ഏതാ ഫൈലം ഇപ്പൊ തന്നെ ഓർമ്മയുണ്ടാവുമല്ലോ, ഏതാണ്? ടിനോഫോറ അല്ലെ? ടിനോഫോറ കടലിൽ ഇങ്ങനെ എന്താ പറയുക, ടോർച്ച് അടിക്കുമ്പോൾ ലൈറ്റ് വരുന്ന പോലെ ഇവരെന്ത് ചെയ്യും? വെളിച്ചം പകർത്തി ഇങ്ങനെ നീന്തി തുടിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരെന്താ? അതാണ് ബയോലൂമിനസെൻസ്. എന്താ വിളിക്കുക? ബയോലൂമിനസെൻസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവർക്ക് ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വരുന്നതെന്ന് അറിയോ? ഇവരെ ബോഡിയിൽ ഫോട്ടോ ഗ്രാന്യൂൾസ് പ്രസന്റ് ആണ്. ഈ ഫോട്ടോ ഗ്രാന്യൂൾസ് ആണ് ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ് ഇസ് ബയോലൂമിനസെൻസ്. അപ്പൊ ബയോലൂമിനസെൻസിനോ അല്ലെങ്കിൽ കോംബ് പ്ലേറ്റ്സിനോ ഒക്കെ കേട്ടോ അപ്പൊ തന്നെ മനസ്സിലായിക്കോളൂ അത് ആരാണ്? ടിനോഫോറയാണ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡേരിയൻസ്. അതിനെന്താണ് വിളിക്കുക? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. വാട്ട് ഇസ് ദാറ്റ്? അതായത് നമുക്കറിയാം നിഡേരിയൻസിന് 2 ബോഡി ഫോം ഉണ്ട് അല്ലേ? നിഡേരിയൻസിന് 2 ബേസിക് ബോഡി ഫോംസ് ഉണ്ട്. ഒന്ന് പോളിപ്പും മറ്റൊന്ന് മെഡൂസയും. ഒന്നെന്താണ്? പോളിപ്പ്, മറ്റൊന്നെന്താണ്? മെഡൂസ. ഓക്കെ, യെസ്. അപ്പം പോളിപ്പും ഉണ്ട് മെഡൂസയും ഉണ്ട് അല്ലെ? അപ്പൊ ചില കൂട്ടര് പോളിപ്പ് ബോഡി ഫോം ഉള്ളവരും ചില കൂട്ടര് മെഡൂസ ബോഡി ഫോം ഉള്ളവരുമാണ്. ഒന്നുമില്ല, പോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ സെസൈലാണ്, എവിടെയാണോ നിന്നത് അവിടെ തന്നെ നിൽക്കും. ആൻഡ് അവർ സിലിണ്ടറിക്കലാണ്. മെഡൂസ എന്ന് പറഞ്ഞാൽ അവർ ഫ്രീ സ്വിമ്മിങ് ആണ്, അവർ നീന്തുന്ന ആൾക്കാരാണ് അല്ലെ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീന്തി പോകും. ആൻഡ് അവർ അംബ്രല ഷേപ്ഡ് ആണ്. അതാണ് വ്യത്യാസം. ചിലര് പോളിപ്പ്, ചിലര് മെഡൂസയാണ്. പക്ഷെ ചില കൂട്ടര് ഈ 2 ബോഡി ഫോമും കാണിക്കുന്നുണ്ട്.
ഓക്കെ, അതായത് പോളിപ്പ് ഉണ്ടാവുന്നു, പോളിപ്പ് മെഡൂസേനെ ഉണ്ടാക്കും, മെഡൂസ വീണ്ടും എന്തിനെ ഉണ്ടാക്കും, പോളിപ്പിനെ ഉണ്ടാക്കും. അപ്പം പോളിപ്പ് മെഡൂസ ഇങ്ങനെ ജനറേഷൻ ഓൾട്ടർ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പൊ ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മെറ്റാജനസിസ്. എന്താണ് വിളിക്കുക? മെറ്റാജനസിസ്. ഇത് കാണിക്കുന്നത് നിഡേരിയൻസ് ആണ്. ഇൻ കേസ് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഒബീലിയ. എന്താണ്? ഒബീലിയ. ഓക്കെ, അടുത്തത് ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്. എന്താ സംഭവം? ഇപ്പൊ നമ്മുടെയൊക്കെ എല്ലായിടത്ത് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ബോൺ മാരോ അസ്ഥിമജ്ജയുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ ബോണിന്റെ മാസ് വളരെ കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്. പക്ഷേ നമ്മളെ പക്ഷികൾ ഉണ്ടാവില്ലേ, എയ്വ്സ്, ബേർഡ്സ്, ഇവര് നന്നായിട്ട് ഹൈറ്റിൽ പറക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ പറക്കണമെങ്കിൽ ബോഡിക്ക് വെയിറ്റ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അസ്ഥികൾ എടുത്ത് നോക്കിയാൽ ഹോളോ ആയിരിക്കും ആൻഡ് എയർ ക്യാവിറ്റി ആണ്. അതായത് കാറ്റ് നിറച്ച പോലെയുള്ള അസ്ഥികളാണ് ഇവർക്കുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പറക്കുമ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബോൺസിനെ വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺസ്. എന്താണ് വിളിക്കുക? ന്യൂമാറ്റിക് ബോൺസ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് ന്യൂമാറ്റിക് ബോൺസ്. ഓക്കെ, സോ ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ് എന്താണ്? ന്യൂമാറ്റിക് ബോൺസ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ റാഡുല, മൊളുസ്ക, ബയോലൂമിനസെൻസ്, ടിനോഫോറ, മെറ്റാജനസിസ്, നിഡേരിയ ആൻഡ് ന്യൂമാറ്റിക് ബോൺസ് എയ്വ്സ്. അപ്പൊ ഫൈലം കൂടി അല്ലെങ്കിൽ ക്ലാസ് കൂടി കൂടെ തന്നെ പഠിക്കുക കേട്ടോ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടൈഡൽ വോളിയം ആൻഡ് റെസിഡുവൽ വോളിയം. എന്താണ് ടൈഡൽ വോളിയം? എന്താണ് റെസിഡുവൽ വോളിയം? എന്താ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ ഒരു റിലാക്സ്ഡ് ബ്രീത്തിങ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അത് നോർമൽ റെസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ നോർമൽ റിലാക്സ്ഡ് ബ്രീത്തിങ് ആണ് അല്ലേ. അപ്പം ഈ ഒരു നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് എയർ അല്ലെങ്കിൽ എത്ര വോള്യൂം ഓഫ് എയറിനെയാണ് ഇൻഹേൽ ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ എത്ര എമൗണ്ട് അല്ലെങ്കിൽ വോള്യൂം ഓഫ് എയറിനെയാണ് നമ്മൾ എക്സ്ഹേൽ ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്, ആ ഒരു എമൗണ്ടിനെ, ആ ഒരു ടോട്ടൽ വോള്യൂം ഓഫ് എയറിനെ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോള്യൂം. ഓക്കെ, ടൈഡൽ വോള്യൂം. സോ നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് എത്ര വോള്യൂം ഓഫ് എയറിനെ ഇൻഹേൽ ചെയ്തു, എത്ര എക്സ്ഹേൽ ചെയ്തു, ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോള്യൂം. ഓക്കെ, ഇത് അറ്റ് എ ടൈം 500 മില്ലി ലിറ്റർ ആണ് വരിക കേട്ടോ. 500 മില്ലി ലിറ്റർ. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര വരും? 6000 മുതൽ 8000 മില്ലി ലിറ്റർ വരും ഒരു മിനിറ്റിൽ കേട്ടോ, പെർ മിനിറ്റ്. ഓക്കെ, ഒരു ടൈമിൽ 500 മില്ലി ലിറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റിൽ 6000 to 8000 മില്ലി ലിറ്റർ ആണ് വരിക. അടുത്തതാണ് റെസിഡ്വൽ വോളിയം. എന്താ റെസിഡ്വൽ വോളിയം? എന്താ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയും ബാക്കി വന്നത്, അതാണ് റെസിഡ്യൂ അല്ലേ. ഇപ്പം നിങ്ങൾ എത്ര ശക്തിയിൽ ശ്വാസം പുറത്തേക്ക് വിട്ടാലും, ഫോഴ്സ്ഫുള്ളി നിങ്ങൾ എക്സ്പയർ ചെയ്യുന്നു കണ്ടോ, ശക്തിയിൽ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിട്ടു, എന്നാലും നിങ്ങളുടെ ലങ്സിന്റെ ഉള്ളിൽ കുറച്ച് എയർ ബാക്കി നിൽക്കും, കുറച്ച് എമൗണ്ട് ഓഫ് എയർ നിങ്ങളുടെ ലങ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ബാക്കി നിൽക്കും അല്ലേ, ഒരു അവശിഷ്ടമായിട്ട് നിൽക്കും. ഓക്കെ, അവശേഷിക്കും. ഓക്കെ, ആ ഒരു എമൗണ്ട് ഓഫ് എയർ, വോളിയം ഓഫ് എയറിനെ വിളിക്കുന്ന പേരാണ് റെസിഡ്വൽ വോളിയം. ഓക്കെ, റെസിഡ്വൽ വോളിയം. ഓക്കെ, ഇറ്റ് ഈസ് ദി ടോട്ടൽ വോളിയം ഓഫ് എയർ ദാറ്റ് റിമെയിൻസ് ഇൻ ദ ലങ്സ് ഈവൺ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഓക്കെ, അത് എത്രയാണ് വരുന്നത്? 1100 മില്ലി ലിറ്റർ മുതൽ 1200 മില്ലി ലിറ്റർ വരെയാണ് വരുന്നത് കേട്ടോ. 1100 to 1200 മില്ലി ലിറ്റർ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ വിത്തിൻ ദ ബോഡി? അതായത് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആവണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്? അപ്പോൾ ഇതെല്ലാം നമ്മൾ 2 എണ്ണം ആദ്യം പഠിക്കണം. ഓക്കെ, എന്തൊക്കെയാ? ഒന്ന് അസോസിയേഷനും ഒന്ന് ഡിസോസിയേഷനും. എന്താ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറുന്നു? ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നു. അതാണ് അസോസിയേഷൻ. ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുക? ആൽവിയോളയിൽ വെച്ചിട്ട്. നെക്സ്റ്റ് വൺ ഇസ് ഡിസോസിയേഷൻ. എന്താണ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഓക്സി ഹീമോഗ്ലോബിൻ പൊട്ടുന്നു, എന്നിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനും വേർപിരിയുന്നു, ഈ ഓക്സിജൻ ടിഷ്യൂസിലേക്ക് റിലീസ് ആവുന്നു. ഓക്കെ, അപ്പൊ ഡിസോസിയേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ടിഷ്യൂസിൽ വെച്ചിട്ട്. സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആദ്യം പറയാം അല്ലെ. എന്തൊക്കെയാ? അതായത് ഓക്സിജൻ നമ്മളെ ബ്ലഡിലൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ആവുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്യുക അല്ലെ, അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ കുറച്ച് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. എന്തൊക്കെയാ? ഒന്ന് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, അതിനെ നമുക്ക് PO2 എന്ന് പറയാം അല്ലെ. എന്താണ്? ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ. രണ്ടാമത്തത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ. ഓക്കെ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? PCO2 എന്ന് വിളിക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ. പിന്നെ H+ കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ. നാലാമത്തത് ടെമ്പറേച്ചർ. മൂന്നാമത്തതാണ് H+ കോൺസെൻട്രേഷൻ, നാലാമത്തത് എന്താണ്? ടെമ്പറേച്ചർ. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷനെ എഫക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാ? PO2, PCO2, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ H+ കോൺസെൻട്രേഷൻ, അതായത് ഒന്നുമില്ല, pH. H+ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? pH. പിന്നെ ടെമ്പറേച്ചർ.
ഓക്കെ, ടെമ്പറേച്ചർ. എന്നാൽ നിങ്ങൾ പറഞ്ഞ അസോസിയേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുക? അസോസിയേഷന്റെ സമയത്ത് ഹീമോഗ്ലോബിനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആവണം. അത് ആൽവിയോളയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടണം. സോ അസോസിയേഷന്റെ സമയത്ത് PO2 കൂടുതലായിരിക്കും, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കും. പക്ഷെ ബാക്കിയെല്ലാം, അതായത് PCO2 കുറവായിരിക്കും, H+ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അതായത് pH കൂടുതലായിരിക്കും. H+ കുറഞ്ഞാൽ pH കൂടും. ഓക്കെ, പിന്നെ ടെമ്പറേച്ചറും കുറവായിരിക്കും. സോ അസോസിയേഷന്റെ സമയത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രമാണ് കൂടുതൽ, ബാക്കിയെല്ലാം എന്തായിരിക്കും? ഡിക്രീസ്. ഓക്കെ, ഡിസോസിയേഷന്റെ സമയത്തോ ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഒഴിവാക്കാൻ പോവുക, ഇഷ്ടമല്ല. അപ്പം ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറയണ്ടേ? അപ്പൊ ഡിസോസിയേഷന്റെ സമയത്ത് PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും, ബാക്കി എല്ലാം കൂടുതലായിരിക്കും. ബാക്കി എല്ലാവരും എന്താ ഭയങ്കര സന്തോഷത്തിൽ ഇവർ പിരിയാൻ പോവാണല്ലോ. സോ PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. H+ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. പക്ഷെ ഇതിൽ വിഷമിക്കുന്ന ഒരാൾ pH ആ, H+ കൂടിയപ്പോൾ pH കുറഞ്ഞു കേട്ടോ. പിന്നെ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ ഇതും കൂടി പഠിക്കുക. അതിന്റെ കൂടെ ഓക്സിജൻ ഡിസോസിയേഷൻ കേർവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജൻ ഡിസോസിയേഷൻ കേർവും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്സിജൻ ഡിസോസിയേഷൻ കേർവ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക. ഒന്നുമില്ലടാ, ഒരു S ഷേപ്ഡ് ഗ്രാഫാണ് കിട്ടുക, സിഗ്മോയിഡ് ഗ്രാഫ്. പിന്നെ രണ്ടാമത്തത് അതിന്റെ കൂടെ ഫാക്ടേഴ്സ് എഴുതാൻ പറയും. അപ്പോൾ ഡിസോസിയേഷന്റെ ഫാക്ടേഴ്സ് ആണ് എഴുതേണ്ടത്. യെസ്, സെറ്റ് ആയാലും 2 മാർക്ക് കിട്ടി കേട്ടോ. അടുത്തത് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഫോളോയിങ്. റൗണ്ട് വേം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആസ്ട്രൽ മിന്തസ് അല്ലേ? അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ എന്താ? റൗണ്ട് വേം. കോമൺ നെയിമും അത് തന്നെയാണ്. ദാറ്റ് ഇസ് അസ്കാരിസ്. ഏതാണ് ഫൈലം? ആസ്ട്രൽ മിന്തസ്. ഫിഷ് പൊസസിങ് പോയ്സൺ സ്റ്റിങ് ഉള്ള ഫിഷ്. ഇത് നമ്മൾ എവിടെയാ പഠിച്ചത്? കോൺട്രിക്ടൈസിലാണ് പഠിച്ചത് കേട്ടോ. കോൺട്രിക്ടൈസിലാണ് പഠിച്ചത്. അതായത് കാർട്ടിലേജിനസ് ഫിഷ് പൊസസിങ് പോയ്സൺ സ്റ്റിങ് എന്താണ്? ട്രൈഗോൺ. എന്താണടാ? ട്രൈഗോൺ. ഇറ്റ് ഇസ് ട്രൈഗോൺ. എ ലിംബ്ലെസ് ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ആംഫീബിയൻസിനൊക്കെ ഇപ്പൊ നിങ്ങൾ തവളയോ അല്ലെങ്കിൽ ചൊറിത്തവളയോ മരത്തവളയോ എന്ത് വേണമെങ്കിലും എടുത്തോ, അവർക്കൊക്കെ എന്തുണ്ട്? മുന്നിലും ബാക്കിലും 2 കാലില്ലേ? ലിംസ് ഇല്ലേ? പക്ഷെ ലിംബുകൾ ഇല്ലാത്ത ഒരു ആംഫീബിയൻ ഉണ്ട്. അതാണ് ഇക്തിയോഫസ്. എന്താണ്? ഇക്തിയോഫസ്. നെക്സ്റ്റ് വൺ ഇസ് ഒവിപാരസ് മാമൽ. നമ്മളെ മാമൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിവിപാരിറ്റി. അതായത് നമ്മളൊക്കെ പ്രസവിക്കുന്ന ജീവികളാണ് അല്ലെ. പക്ഷെ മാമൽസിൽ ഒരാൾ ഒവിപാരസാ, ഒരാൾ മുട്ടയിടുന്ന ജീവിയാണ്. ആരാണത്? അതാണ് ഓർണിത്തോറിങ്കസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്. എന്താണ്? ഓർണിത്തോറിങ്കസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്. അപ്പൊ റൗണ്ട് വേം എന്താണ്? ആസ്ട്രൽ മിന്തസ് ഫൈലത്തിൽ വരുന്ന അസ്കാരിസ്. പിന്നെ ഫിഷ് പ്രോസസിംഗ് പോയ്സൺ സ്റ്റിങ്, അത് കോൺട്രിക്ടൈസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നത് അല്ലെ, കാർട്ടിലേജിനസ് ഫിഷ് ആയിട്ടുള്ള ട്രൈഗോൺ. ലിംബ്ലെസ് ആംഫീബിയൻ എന്താണ്? ഇക്തിയോഫസ്. ഒവിപാരസ് മാമലിസ് ഓർണിത്തോറിങ്കസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്കിനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉള്ളൂടാ. പിന്നെ നമ്മൾ 3 മാർക്കിലേക്ക് പോകും. ഈസി ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ ഫിസിയോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്രോസ് ബ്രിഡ്ജ് ഡ്യൂറിംഗ് മസിൽ ഫോർമേഷൻ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തല്ലേ? കാൽഷ്യം ട്രോപ്പോലിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, മാസ്കിംഗ് ഒഴിവാക്കുന്നു, ആക്ടിനും മയോസിനും ബൈൻഡ് ചെയ്യുന്നു. അതിന്റെ ബാക്കിയാണ് ഈ ചോദ്യം. ഓക്കെ, അങ്ങനെ കാൽഷ്യം വന്ന ട്രോപ്പോലിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഈ മാസ്കിംഗ് അങ്ങ് ഒഴിവാക്കും. ഓക്കെ, അപ്പൊ ആക്ടിന്റെ മേലെയുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റ് എക്സ്പോസ്ഡ് ആണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? മയോസിന് അല്ലെങ്കിൽ മയോസിന്റെ ഹെഡിന് സുഖമായിട്ട് വന്ന് ആക്ടിനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഇവർക്ക് എനർജി വേണം. എന്ത് വേണം? എനർജി വേണം. അപ്പൊ നമുക്കറിയാം, അതായത് മയോസിന്റെ ഹെഡ് എന്ന് പറയുമ്പം അവിടെ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അതായത് അവിടെ ATP വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് അവിടെ എന്തുണ്ട്? ATPase എൻസൈം ഉണ്ട് അല്ലെ. സോ എനർജി വേണ്ടേ? അപ്പൊ ഈ ATPase എൻസൈം എന്താ ചെയ്യാന്ന് വെച്ചാൽ ATPനെ അങ്ങ് ബ്രേക്ക് ചെയ്യും, ഹൈഡ്രലൈസ് ചെയ്യും, പൊട്ടിക്കും. എന്നിട്ട് ADB+IP ആക്കി മാറ്റും. ഓക്കെ, ADB+IP ആയിട്ട് മാറ്റും. ആൻഡ് അവിടെ എന്ത് കിട്ടി? എനർജി കിട്ടി. ഈ എനർജി യൂസ് ചെയ്തിട്ട് മയോസിന്റെ ഹെഡ് എന്ത് ചെയ്യും? നമ്മുടെ ആക്ടിനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രോസ് ബ്രിഡ്ജ്. ദിസ് ഇസ് ക്രോസ് ബ്രിഡ്ജ്. ഇതാണ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ആ ബൈൻഡിങ് ആണ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ഓക്കെ, ഇനി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മയോസിന്റെ ഹെഡ് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും അല്ലെ. മയോസിന്റെ ഹെഡ് എന്താ ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യും. മയോസിന്റെ ഹെഡ് വെറുതെ അല്ലേ റൊട്ടേറ്റ് ചെയ്യുക? ഈ ബൈൻഡിങ്ങിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ബൈൻഡിങ്ങിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ക്രോസ് ബ്രിഡ്ജ്. ദിസ് ഇസ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ആൻഡ് മയോസിന്റെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ മയോസിൻ ആരെ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും? ആക്ടിനെ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കും. ഓക്കെ, ആക്ടിനെ ഉള്ളിലേക്ക് പിടിച്ച് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ ഉണ്ടായിരുന്ന വിട്ടു നിന്ന ഐ ബാൻഡുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരും, ഓവർലാപ്പ് ചെയ്യും. മയോസിന്റെ മേലെയും ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇങ്ങനെ നിന്ന് Z ലൈനുകൾ അടുത്തടുത്തേക്ക് വരും. അപ്പോൾ Z ലൈനിന്റെ ഇടയിലുള്ള യൂണിറ്റ് ആണ് സാർക്കോമിയർ. സാർക്കോമിയറിന് ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നു, പക്ഷെ Z ലൈൻ അടുത്തടുത്തേക്ക് വന്നപ്പം സാർക്കോമിയർ ഷോർട്ടൻ ചെയ്തു.
അതാണ് നമ്മുടെ കോൺട്രാക്ഷൻ. സാർക്കോമിയറിന്റെ ലെങ്ത് ഷോർട്ടൻ ചെയ്താൽ ദാറ്റ് ഈസ് മസിൽ കോൺട്രാക്ഷൻ. ഓക്കെ, അങ്ങനെ മസിൽ കോൺട്രാക്ട് ചെയ്തു. ഇനി എന്താ സംഭവിക്കണ്ടേ? ക്രോസ് ബ്രിഡ്ജ് പൊട്ടണ്ടേ, എന്നാലല്ലേ അടുത്ത ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ക്രോസ് ബ്രിഡ്ജ് പൊട്ടണമെങ്കിൽ എന്ത് വേണം? ATP വേണം. സോ ആ സമയത്ത് എന്താ സംഭവിക്കുക? ADP IP കൂടിച്ചേർന്ന് ഒരു ATP ഫോം ചെയ്യും. പുതിയൊരു ATP ഉണ്ടാകും. ഈ ATP മയോസിനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. മയോസിന്റെ ആ ഹെഡിലുള്ള ATP ബൈൻഡിങ് സൈറ്റിൽ ATP വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ ATP നമുക്ക് കിട്ടി. ATP വന്നു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ക്രോസ് ബ്രിഡ്ജ് അങ്ങ് പൊട്ടും. ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യും. ഈ ഒരു സൈക്കിൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോഴാണ് മാക്സിമം മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ മക്കളെ നോക്കിക്കുന്നത് ഈ ഒരു കംപ്ലീറ്റ് അല്ലെ, ഈ ഒരു ഹാഫ് കംപ്ലീറ്റ് അല്ലെ, അതെന്ന് പറയുന്നത് ATP യൂട്ടിലൈസേഷൻ ആണ് പറയുന്നത്. പക്ഷെ ഇപ്പുറത്തോ ഇതെന്താ? ATP ഫോർമേഷൻ. ഇതെന്താണ്? ATP ഫോർമേഷൻ. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്, ഇതാണ് ശരിക്കും നമ്മുടെ മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഫിസിയോളജിക്കൽ പ്രോസസ്. ഇത് നിങ്ങൾ ഫ്ലോ ചാർട്ട് ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. അപ്പം ഈ ഒരു തിയറിയാണ് നമ്മുടെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. നിങ്ങൾ നോക്കിക്കേ, അതായത് മയോസിന്റെ മേലെ ആക്ടിൻ എന്താ സംഭവിക്കുക? സ്ലൈഡ് ചെയ്യും. മയോസിന്റെ മേലെ ആക്ടിൻ ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. അപ്പോഴാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുക. ദിസ് ഇസ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്, 2 മാർക്കിന്റെ ചോദ്യമാണ്. ഫ്ലോ ചാർട്ട് എഴുതിയാൽ മാത്രം മതി. ഡിഫറൻഷിയേറ്റ് ദ പ്രോസസ് ഓഫ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. എന്താണ് ഇൻസ്പിരേഷൻ, എന്താണ് എക്സ്പിരേഷൻ? ഇൻസ്പിരേഷൻ എന്ന് നമുക്കറിയാം, അതായത് അറ്റ്മോസ്ഫറിക് എയറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഹേൽ ചെയ്യുക, അതായത് നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് എത്തിക്കുക അല്ലെ, അതിനെയാണ് നമ്മൾ ഇൻസ്പിരേഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ടേക്കിംഗ് ഇൻ അറ്റ്മോസ്ഫറിക് എയർ. ടേക്കിംഗ് ഇൻ അറ്റ്മോസ്ഫറിക് എയർ. എന്താ എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇറ്റ് ഈസ് ദ ഡ്രോയിങ് ഔട്ട് ഓഫ് ആൽവിയോളർ എയർ. നമ്മളെ ലങ്സിന്റെ ഉള്ളിൽ, ആൽവിയോളസിന്റെ ഉള്ളിലുള്ള ആ ഒരു നമുക്ക് വേണ്ടാത്ത എയറിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുറത്തേക്ക് കളയുന്നു അല്ലെ, അതിനെയാണ് നമ്മൾ എക്സ്പിരേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഡ്രോയിങ് ഔട്ട് ഓഫ് ആൽവിയോളർ എയർ. ആൽവിയോളർ എയർ. ഓക്കെ, അതാണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും. ഇത് രണ്ടും കൂടി കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്? റെസ്പിറേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻസ്പിരേഷൻ നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇൻസ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എയർ ഉള്ളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയുടെ ഒക്കെ വോളിയം എന്ത് ചെയ്യും? കൂടും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ബലൂണിന്റെ ഉള്ളിൽ എയർ എത്തുമ്പോഴാണ് ബലൂൺ വീർക്കുന്നത്. അതുപോലെ നമ്മൾ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലങ്സിന്റെ വോളിയം, അതായത് പൾമണറി വോളിയം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം ചേഞ്ച് ചെയ്യും. അതുവഴിയാണ് ലങ്സിന്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇൻസ്പിറേഷന്റെ സമയത്ത് നമ്മളെ റിബ്സിന്റെ ഇടയിലുള്ള എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്താണ്? ഇത് റിബ്സ് ആണ്, റിബ്സ്. അപ്പൊ റിബ്സിന്റെ ഇടയിലുള്ള ഇന്റർകോസ്റ്റൽ മസിൽസ് എന്താണ്? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഈ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ്സും സ്റ്റേണവും റേസ് ചെയ്യും. അതായത് ഈ റിബ്സും സ്റ്റേണവും അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് പൊന്തും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡയഫ്രോം കോൺട്രാക്ട് ചെയ്യും. ഡയഫ്രോം കോൺട്രാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? നോക്കിക്കേ നിങ്ങൾ, ഇങ്ങനെയാണ് ഡയഫ്രം ഉണ്ടാവുക, ഡോം ഷേപ്പിൽ അല്ലേ. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പം അത് ഫ്ലാറ്റ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടുകയാണെങ്കിൽ എന്തിന്റെ വോളിയം കൂടും? പൾമണറി ക്യാവിറ്റി, അതായത് ലങ്സിന്റെ ഉള്ളിലുള്ള വോളിയം കൂടും അല്ലെ. പൾമണറി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലങ്സിന്റെ ഉള്ളിലുള്ള വോളിയം കൂടുന്നു. ഇനി പ്രഷറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുതലാണോ അതോ പൾമണറി പ്രഷറാണോ കൂടുതൽ? ഏത് പ്രഷറാണ് കൂടുതൽ? അറ്റ്മോസ്ഫറിക് എയറിന്റെ പ്രഷറാണോ കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ ലങ്സിന്റെ ഉള്ളിലുള്ള പൾമണറി പ്രഷറാണോ കൂടുതൽ ഉണ്ടാവുക? അറ്റ്മോസ്ഫറിക് പ്രഷറാണ് കൂടുതൽ. അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുതലും പൾമണറി പ്രഷർ കുറവും. അപ്പൊ എയർ കൂടുതലിൽ നിന്ന് കുറഞ്ഞ പ്രഷറിലേക്കല്ലേ മൂവ് ചെയ്യുക. സോ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ നേരെ ലങ്സിന്റെ ഉള്ളിലേക്ക് കയറും. ഓക്കെ, ദിസ് ഈസ് ഇൻസ്പിരേഷൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻസ്പിരേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും, ഫ്ലാറ്റ് ആകും. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, റിബ്സും സ്റ്റേണവും റേസ് ചെയ്യും. റിബ്സ് ആൻഡ് സ്റ്റേണം റേസ് ചെയ്യും. ഓക്കെ, ആൻഡ് അതുവഴി തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും, പൾമണറി ക്യാവിറ്റിയുടെ വോളിയം കൂടും, പൾമണറി പ്രഷർ കുറവായിരിക്കും. അപ്പോൾ എയർ അകത്തേക്ക് എത്തുന്നു. ദാറ്റ് ഇസ് ഇൻസ്പിരേഷൻ. ഇതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്, എനർജി യൂട്ടിലൈസ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണ്. അടുത്തതാണ് എക്സ്പിരേഷൻ, നേരെ ഓപ്പോസിറ്റ്. എക്സ്പിരേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ബലൂണിന്റെ ഉള്ളിൽ നിന്ന് കാറ്റ് പോയാൽ ഇങ്ങനെ ബലൂൺ ചുരുങ്ങും അല്ലേ, അത് ആലോചിക്കുക. ഓക്കെ, അതായത് വോളിയം കംപ്ലീറ്റ് ആയിട്ട് കുറവായിരിക്കും. ഈ സമയത്ത് നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യും. അപ്പം എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്താൽ റിബ്സും സ്റ്റേണവും താഴും.
എന്നിട്ട് അവരവരുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. ആൻഡ് ഡയഫ്രോം എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. അപ്പൊ ഡയഫ്രോം എന്ത് ചെയ്യും? ഒറിജിനൽ പൊസിഷനിലേക്ക്, അതായത് ഡോം ഷേപ്പിലേക്ക് റാ പോലെ അങ്ങോട്ടായി മാറും. ഇതുവഴി നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കുറയും. ആൻഡ് ഓഫ് കോഴ്സ് പൾമണറി ക്യാവിറ്റിയുടെ വോളിയവും നന്നായിട്ട് കുറയും. ഓക്കെ, അങ്ങനെ വോളിയം കുറഞ്ഞല്ലേ, അപ്പൊ പ്രഷർ എവിടെയാണ് കൂടുതൽ ഉണ്ടാവുക? പൾമണറി പ്രഷർ അല്ലേ കൂടുതൽ? ലങ്സിന്റെ ഉള്ളിൽ എയറിന്റെ പ്രഷർ കൂടുതലാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ? കുറവാണ്. സോ കൂടുതലിൽ നിന്ന് കുറവിലേക്ക്, അതായത് എയർ പുറത്തേക്ക് പോകും. ഓക്കെ, എയർ പുറത്തേക്ക് പോകും. ഇതാണ് എക്സ്പിറേഷൻ. ഓക്കെ, ഡയഫ്രം റിലാക്സ് ചെയ്തു, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്തു, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കുറയുന്നു, പൾമണറി ക്യാവിറ്റിയുടെ വോളിയം കുറയുന്നു, പൾമണറി പ്രഷർ കൂടുന്നു. ദിസ് ഇസ് എക്സ്പിറേഷൻ. ഇത് പാസീവ് പ്രോസസ് ആണ് കേട്ടോ, എനർജി വേണ്ട. സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ 2 മാർക്ക് കിട്ടി. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. അപ്പൊ മക്കളെ, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഒരു പേജ് നിറയെ ഫിഗേഴ്സ് ആണ്. ഫിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അത് പ്യൂരിൻസ്, പിരമിഡിൻസ്, അതുപോലെ തന്നെ ലിപ്പിഡ്സ്, പിന്നെന്താ അമിനോ ആസിഡ്സ്, ഷുഗേഴ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, സോ ഇതൊന്നും നിങ്ങൾ പറഞ്ഞേ, ഇതെന്താണ്? ഫസ്റ്റത്തത് എന്താ? അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാലോ, അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ അറിയാം അല്ലേ? കാർബണിന്റെ 4 വാലൻസിയിൽ എന്തൊക്കെ വരും? ഒരു വാലൻസിയിൽ R ഗ്രൂപ്പ് വരും, ഒരു വാലൻസിയിൽ കാർബോക്സിൽ ഗ്രൂപ്പ്, ഒന്നിൽ അമിനോ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രജൻ ഗ്രൂപ്പാണ് വരുന്നത്. ഇതാണ് 4 വാലൻസി. R ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചാണ് അമിനോ ആസിഡ്സ് മാറുക. മൊത്തം അങ്ങനെ 20 അമിനോ ആസിഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ R ഗ്രൂപ്പ് H ആണെങ്കിൽ അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഏതാണ്? ഗ്ലൈസീൻ. സോ ഇത് ഗ്ലൈസീൻ ആണ്. R ഗ്രൂപ്പിൽ CH3 ആണെങ്കിലോ അതെന്തായിരിക്കും? അത് അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. ഓക്കെ, അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് കിട്ടി അല്ലെ? R ഗ്രൂപ്പിൽ H വന്നാൽ ഗ്ലൈസീന്, സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, CH3 വന്നാൽ അത് അലനിൻ. ഇനി ഇത് രണ്ടും ഷുഗേഴ്സ് ആണ് കേട്ടോ. ഒന്നിൽ 6 കാർബൺ ഉള്ളതും 5 കാർബൺ ഉള്ള ഷുഗറും ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഗ്ലൂക്കോസ്. ഫസ്റ്റത് എന്താണെടാ? ഇത് ഗ്ലൂക്കോസ് ആണ്. രണ്ടാമത്തത് റൈബോസ് ആണ് കേട്ടോ. ഇതെന്താണ്? ഇത് റൈബോസ് ആണ്. രണ്ടും ഷുഗേഴ്സ് ആണ്. സെറ്റ് ആയല്ലോ? യെസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 3 മാർക്കിന്റെ ചോദ്യം. അപ്പൊ മക്കളെ, മൊത്തം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 3 മാർക്കിന്റെ 3 ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് കേട്ടോ. 3 മാർക്കിന്റെ 3 ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ, സൈനോയേട്രൽ നോഡ് ഈസ് കോൾഡ് ദ നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ആ ഹാർട്ട്. എക്സ്പ്ലെയിൻ. ഓക്കെ, സൈനോയേട്രൽ നോഡ് എന്താണ്? നമ്മുടെ ഹാർട്ടിലെ നാച്ചുറൽ പേസ് മേക്കർ ആണ്. എന്തുകൊണ്ടാണ്? മക്കളെ നോക്കിക്കേ, അതായത് നമ്മളെ ഹാർട്ട് മയോജനിക് ഹാർട്ടാ. നമ്മളെ ഹാർട്ട് എന്ത് ഹാർട്ടാണ്? മയോജനിക് ഹാർട്ടാണ് അല്ലെ? എന്താ മയോജനിക് ഹാർട്ട് എന്ന് പറഞ്ഞാൽ? എന്താ മയോജനിക് ഹാർട്ട് എന്ന് പറഞ്ഞാൽ? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി ഒന്ന് പെട്ടെന്ന് നോക്കിക്കോളട്ടെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, റെക്കോർഡിംഗ് ആയിട്ടില്ലെങ്കിൽ സീനാണല്ലേ. ഓക്കെ, മയോജനിക് ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് എല്ലാം ഹാർട്ടിന്റെ മസിൽസിന്റെ ആക്ടിവിറ്റി കാരണം തന്നെയാണ്. അതായത് ഹാർട്ടിന്റെ ഈ ഒരു റിതമിക് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് കാരണം ഹാർട്ട് മസിൽസ് ആണ്. അവിടെയുള്ള പ്രത്യേകതരം നോഡൽ ടിഷ്യൂസ് ആണ്. അല്ലാതെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് വരുന്നില്ല, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ഇല്ലാതെ തന്നെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെ ഹാർട്ട് മയോജനിക് ഹാർട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഹാർട്ടിൽ പ്രത്യേകതരം നോഡൽ ടിഷ്യൂസ് ഉണ്ട് അല്ല? ഹാർട്ടിൽ പ്രത്യേകതരം നോഡൽ ടിഷ്യൂസ് ഉണ്ട്. നമ്മളെ ഹാർട്ടിലെ റൈറ്റ് ഏട്രിയം എടുക്കുക. റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിലായിട്ട് ഒരു നോഡൽ ടിഷ്യൂ ഉണ്ട്. അതാണ് സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ്. അതേപോലെ തന്നെ റൈറ്റ് ഏട്രിയത്തിന്റെ ലോവർ കോർണറിൽ കേട്ടോ, ലോവർ ലെഫ്റ്റ് കോർണറിലായിട്ട്, ഓക്കെ, ലോവർ ലെഫ്റ്റ് കോർണറിലായിട്ട് എന്തുണ്ട്? മറ്റൊരു നോഡൽ ടിഷ്യൂ ഉണ്ട്. അതാണ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ AV നോഡ്. ഓക്കെ, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ AV നോഡ്. AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഫൈബേഴ്സ്, ഒരു കൂട്ടം ഫൈബേഴ്സ് നേരെ എങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലും? നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ നിന്ന് വെൻട്രിക്കുലാർ സെപ്റ്റത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. കണ്ടോ? ഇതാണ് ബണ്ടിൽ ഓഫ് ഫൈബേഴ്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെങ്കിൽ AV ബണ്ടിൽ. എന്താണ് വിളിക്കുക? ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെങ്കിൽ AV ബണ്ടിൽ. ഈ AV ബണ്ടിൽ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളെ വെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ AV ബണ്ടിൽ എന്ത് ചെയ്യും? ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഒന്ന് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും മറ്റൊന്ന് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും. ഈ ബണ്ടിൽ ബ്രാഞ്ചസ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞു ഫൈബേഴ്സ് ആയിട്ട് നമ്മളെ വെൻട്രിക്കിൾസിന്റെ വാളിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചിൽ നിന്ന് വീണ്ടും കുഞ്ഞു ഫൈബേഴ്സ് ഇങ്ങനെ എറൈസ് ചെയ്ത് വരുന്നു. ആ കുഞ്ഞു ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് പൊർക്കിൻജി ഫൈബേഴ്സ്. ഈ പൊർക്കിൻജി ഫൈബേഴ്സ് നമ്മളെ വെൻട്രിക്കിൾസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത്രയും അറിയാലോ? യെസ്. എന്താണ്? SA നോഡ്, AV നോഡ്, പിന്നെ AV ബണ്ടിൽ, അവിടുന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, അവിടുന്ന് പൊർക്കിൻജി ഫൈബേഴ്സ്. ഓക്കെ,
ഇനി മക്കളെ, നമ്മളെ എസ്ഐ നോഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സൈറ്റേഷൻ എബിലിറ്റി ഉള്ള ആളാണ്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസും ഇല്ലാതെ എസ്ഐ നോഡ് സ്വന്തമായിട്ട് സെൽഫ് എക്സൈറ്റഡ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇമ്പൾസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യലെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. എസ്ഐ നോഡ് ഉണ്ടാക്കിയ ആക്ഷൻ പൊട്ടൻഷ്യൽ ഏട്രിയയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആകും. അതായത് 2 ഏട്രിയുടെ വാൾസിൽ സ്പ്രെഡ് ആകുമ്പോൾ ഏട്രിയ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഏട്രിയത്തെ ബ്ലഡ് നേരെ എങ്ങോട്ടേക്ക് ചാടും? വെൻട്രിക്കിൾസിലേക്ക് ചാടും. ഓക്കെ, വെൻട്രിക്കിൾസിലേക്ക് ചാടും. അപ്പോൾ ഏട്രിയകൾ കോൺട്രാക്ട് ചെയ്തു. യെസ്. ഇനി ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എ വി നോഡിലേക്ക് എത്തും. എ വി നോഡിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തും? എ വി ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഫിസിലേക്ക് എത്തും. അവിടുന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചിലേക്ക് എത്തും. അവിടുന്ന് പെർക്കിൻജി ഫൈബേഴ്സിലേക്ക് എത്തും. പെർക്കിൻജി ഫൈബേഴ്സ് വഴി ഇത് നമ്മുടെ എവിടേക്ക് കംപ്ലീറ്റ് സ്പ്രെഡ് ആകും? വെൻട്രിക്കിൾസിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ആകും. അപ്പോൾ 2 വെൻട്രിക്കിൾസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. അപ്പോഴാണ് വെൻട്രിക്കിൾസിലെ ബ്ലഡ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അയോട്ടയിലേക്കും പൾമണറി ആർട്ടറിയിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വെൻട്രിക്കിൾസും കോൺട്രാക്ട് ചെയ്തു. അപ്പോഴാണല്ലോ നമുക്ക് എന്ത് നടക്കുന്നത്? ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പോഴാണ് നമുക്ക് എന്ത് നടക്കുന്നത്? അതായത് ഒരു കാർഡിയാക് സൈക്കിൾ നടക്കുന്നത്. അപ്പം എസ്ഐ നോഡ് ഉണ്ടാക്കുന്ന ആക്ഷൻ പൊട്ടൻഷ്യലാണ് ഹാർട്ട് ബീറ്റ് ചെയ്യാനും ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യാനും കാരണം. സോ എസ്ഐ നോഡ് എത്ര ആക്ഷൻ പൊട്ടൻഷ്യലിനെയാണോ ഉണ്ടാക്കുന്നത് അത്രയും തവണയാണ് നമ്മളെ ഹാർട്ട് ബീറ്റ് ചെയ്യുക. ഓക്കെ, അത്രയും തവണയായിരിക്കും ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത്രയും തവണ കാർഡിയാക് സൈക്കിൾ നടക്കും. അത്രയും തവണയാണ് കാർഡിയാക് സൈക്കിളും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ്ഐ നോഡ് എന്ന് പറയുന്നത് ആക്ച്വലി 1 മിനിറ്റിൽ ഏകദേശം ഒരു 70 തവണയൊക്കെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? അതായത് 72 ടൈംസ് നമ്മൾ ഹാർട്ട് 1 മിനിറ്റിൽ ബീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എസ്ഐ നോഡ് 70 ആക്ഷൻ പൊട്ടൻഷ്യൽ 1 മിനിറ്റിൽ ഉണ്ടാക്കിയാൽ 70 തവണയാണ് 1 മിനിറ്റിൽ നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1 മിനിറ്റിൽ 72 ടൈംസ് നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഏകദേശം. ഓക്കെ, സെറ്റ് ആയല്ലോ. സോ എസ്ഐ നോഡ് ആണ് ഹാർട്ട് ബീറ്റിന് കാരണം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ്ഐ നോഡ് ഇസ് എ നാച്ചുറൽ പേസ് മേക്കർ ഓഫ് അവർ ഹാർട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് സെൽഫ് എക്സൈറ്റേഷൻ എബിലിറ്റി. ഇറ്റ് പ്രൊഡ്യൂസസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇറ്റ്സ് ഓൺ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. സെറ്റ് ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഓഫ് ദ ഗിവൺ ഡയഗ്രാം. ഐഡന്റിഫൈ ദ ഓർഗാനിസം, നെയിം ദ ക്ലാസ് ഇൻ വിച്ച് ഇറ്റ് ബിലോങ്സ്, മെൻഷൻ എനി 2 സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ക്ലാസ്. ഇത് എന്ത് ഓർഗാനിസമാ മക്കളെ? നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് സീ ഹോഴ്സ് ആണ്. സീ ഹോഴ്സ് അല്ലെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ഹിപ്പോ ക്യാമ്പസ് എന്ന് വിളിക്കാം. സീ ഹോഴ്സ് അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ്. ഓക്കെ, സോ ഇയാളെ നിങ്ങൾ ഒരിക്കലും ഫൈലം നിഡേരിയയിലോ അല്ലെങ്കിൽ ഫൈലം എക്കൈനോഡെർമേറ്റയിലോ ഒന്നും കൊണ്ടുപോയിട്ട് എഴുതി വെക്കരുത്. കാരണം അവിടെയും നമ്മൾ കുറേ എക്സാമ്പിൾസ് അല്ലേ പഠിക്കുന്നുണ്ട്. സീ പെന്ന്, സീ ഹെയർ, സീ ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷെ ഇതെന്താ? ഇത് ഫിഷിന്റെ കാറ്റഗറി, മത്സ്യത്തിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, ഇത് ഏത് ക്ലാസ്സിലാടാ? ഏതാ ക്ലാസ്? ബോണി ഫിഷ് അല്ലേ? ഇതെന്താ? ബോണി ഫിഷ് ആണ്. അതായത് ഓസ്റ്റിക് ടൈസ്. എന്താണ്? ഓസ്റ്റിക് ടൈസ്. ബോണി ഫിഷ് ആണെങ്കിൽ എന്താണ്? ഓസ്റ്റിക് ടൈസ് ആണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും 2 സാലിയന്റ് ഫീച്ചേഴ്സ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓസ്റ്റിക് ടൈസിന്റെ എന്തെങ്കിലും 2 ഫീച്ചർ എഴുതിയാൽ മതി. ഇത് കൂടാതെ വേറെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സ്കോളിയോഡണിന്റെയും അതുപോലെ തന്നെ കട്ട്ലയുടെയും ഒക്കെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫിഗേഴ്സ് തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ 2ന്റെയും ക്ലാസ് നിങ്ങളോട് എന്താ പറയുക മനസ്സിലാക്കിയിട്ട് ഫീച്ചേഴ്സ് എഴുതാനും, അതും എങ്ങനെ ആ 2 ക്ലാസ്സും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടേഴ്സ് എഴുതാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓസ്റ്റിക് ടൈസിനെ മാത്രം എഴുതിയാൽ മതി. കാരണം സീ ഹോഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കോളിയോഡൺ തരും, കട്ട്ല തരും. സ്കോളിയോഡൺ എന്ന് പറയുമ്പോൾ കോൺട്രിക് ടൈസ് ആണ്, കട്ട്ല എന്ന് പറയുമ്പോൾ ഓസ്റ്റിക് ടൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2ന്റെയും ഫീച്ചേഴ്സ് പഠിക്കാം അല്ലേ? കോൺട്രിക് ടൈസ് എന്തുകൊണ്ട് അവർ അങ്ങനെ വിളിക്കുന്നത്? എൻഡോസ്കെലട്ടൺ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജിനസ് ഫിഷ് ആണ്. ഓസ്റ്റിക് ടൈസ് എൻഡോസ്കെലട്ടൺ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ്. സോ ബോണി ഫിഷ് ആണ്. കോൺട്രിക് ടൈസിന്റെ സ്കെയില് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. ഓസ്റ്റിക് ടൈസിന്റെ സ്കെയിൽസ് സൈക്ലോയിഡ് അല്ലെങ്കിൽ ടിനോയിഡ് സ്കെയിൽസ് ആണ്. കോൺട്രിക് ടൈസിന്റെ മൗത്ത് എവിടെയാ വരിക? വെൻട്രൽ സൈഡിലാണ് വരിക. വെൻട്രൽ സൈഡ്, സ്രാവിനെ ആലോചിക്കുക, വായ എവിടെയാണ്. ഓസ്റ്റിക് ടൈസ് ആണെങ്കിൽ മൗത്ത് ടെർമിനൽ എൻഡിലാണ് വരുന്നത്. കോൺട്രിക് ടൈസിന് എയർ ബ്ലാഡർ ഇല്ല. സോ അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യണം, ഇല്ലെങ്കിൽ മുങ്ങിപ്പോകും. ഓസ്റ്റിക് ടൈസിന് എയർ ബ്ലാഡർ ഉണ്ട്. എയർ ബ്ലാഡർ ഇസ് പ്രസന്റ്. സോ അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ കോൺട്രിക് ടൈസ് എല്ലാവരും എന്താ? മെറീൻ ആണ് അല്ലെ? കടൽ ജീവികളാണ്. പക്ഷെ ഓസ്റ്റിക് ടൈസിൽ നമുക്ക് എന്തുണ്ട്? കടലിൽ ജീവിക്കുന്നവരും ഉണ്ട്, അതേപോലെ ഫ്രഷ് വാട്ടർ ഫിഷസും ഉണ്ട്. കോൺട്രിക് ടൈസിന് ഒപ്പർക്കുലം ഇല്ല, ഗിൽ കവർ ഇല്ല, ഗിൽസ് ഓപ്പൺ ആണ്. പക്ഷെ ഓസ്റ്റിക് ടൈസിന് എന്താ? ഗിൽസിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഗിൽ കവർ ഉണ്ട്, ഒപ്പർക്കുലം പ്രസന്റ് ആണ്. ഓക്കെ, സെറ്റ് ആയല്ലോ. സോ വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ ഈ 2 ക്ലാസ്സും എന്ത് ചെയ്യുക? പഠിക്കുക വിത്ത് ക്യാരക്ടേഴ്സ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പേപ്പർ, ആസ്മ ആൻഡ് എംഫിസിമ ആർ 2 ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. മെൻഷൻ ദെയർ കോസസ് ആൻഡ് സിംപ്റ്റംസ്. ആസ്മ എന്താ? എംഫിസിമ എന്താ? എംഫിസിമ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആസ്മ എന്താടാ? എന്താ ആസ്മ? ഓ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ,
ഇനിയും ഉണ്ട് ഒരു ക്വസ്റ്റ്യനും കൂടി, അതായത് കൗണ്ടർ കറന്റ് മെക്കാനിസം കൂടി ഉണ്ട്. ഓക്കെ, ആസ്മയും എംഫിസിമയും കേട്ടോ. അപ്പൊ ആസ്മേൻ്റെത് കൊടുത്തിട്ടില്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. എടാ, ആസ്മ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ എയറിലൂടെയുള്ള പൊല്യൂട്ടൻസ് ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾസ്, അതും അല്ലെങ്കിൽ കോൾഡ് എയർ അല്ലെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബ്രോങ്കയും ബ്രോങ്കിയോൾസും ഇൻഫ്ലെയിംഡ് ആവും. അതായത് ബ്രോങ്കയും ബ്രോങ്കിയോൾസിന്റെയും ഉള്ളിൽ മ്യൂക്കസ് ഒക്കെ വന്ന് അടിഞ്ഞുകൂടും, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഒക്കെ വന്ന് അടിഞ്ഞുകൂടിയിട്ട് ബ്രോങ്കയും ബ്രോങ്കിയോൾസും ഒക്കെ എന്താവും? വീങ്ങും അല്ലെ, ഇൻഫ്ലെയിംഡ് ആവും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ആസ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആസ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, അതാണ് മെയിൻ സിംറ്റം അല്ലെ, വീസിങ് ഉണ്ടാകും. പിന്നെ റെസ്റ്റ് ഉണ്ടാവില്ല, റെസ്റ്റ്ലെസ്നെസ്, ഉറക്കമുണ്ടാവില്ല, നമ്മളിങ്ങനെ ഇരുന്നോണ്ടും നടന്നുകൊണ്ടും എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ ആ ഒരു വിങ്ങൽ ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് ആസ്മയുടെ സിംറ്റംസ്. വീസിങ്, റെസ്റ്റ്ലെസ്നെസ്, പിന്നെന്താണ് ബ്രീത്തിങ് പ്രോബ്ലം, ഇതൊക്കെ ഉണ്ടാവും. കോസ് എന്ന് പറഞ്ഞാൽ പൊല്യൂട്ടൻസ്, അലർജൻസ്, കോൾഡ് എയർ ഒക്കെ വരും. ഓക്കെ, എന്താണ് ഇതിന്റെ മെയിൻ എഫക്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രോങ്കിയോൾസ് ഇൻഫ്ലെയിംഡ് ആകും ബിക്കോസ് ഓഫ് ദി ഡെപ്പോസിഷൻ ഓഫ് അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് മ്യൂക്കസ്. അടുത്തതാണ് എംഫിസിമ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്രോണിക് ഡിസീസ് ആണ്. അതായത് സിഗരറ്റ് സ്മോക്കേഴ്സിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ഓക്കെ, ഒന്നില്ലെങ്കിൽ സിഗരറ്റ് നമ്മൾ വലിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വലിക്കുന്ന ആൾക്കാരെ അടുത്ത് പോയി നമ്മൾ നിൽക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ സിഗരറ്റിന്റെ ഉള്ളിൽ ടൊബാക്കോ ഉണ്ട്, ടൊബാക്കോയിൽ നിക്കോട്ടിൻ ടാറൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ആൽവിയോളയിൽ വന്ന് അടിഞ്ഞുകൂടുന്നു ആൻഡ് ആൽവിയോളയുടെ വാൾ ഡാമേജ് ആകും. അപ്പോൾ 2 ലങ്സിലും ആൽവിയോളസിന്റെ നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരും. ആൽവിയോളസ് കുറയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കുറയും? റെസ്പിറേറ്ററി സർഫസ് നന്നായിട്ട് അങ്ങോട്ട് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പ്രശ്നമുണ്ടാകും. ഓക്കെ, ഭയങ്കര ബ്രീത്തിങ് പ്രശ്നം, ശ്വാസം എടുക്കാനും വിടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഇതാണ് എംഫിസിമ. ക്രോണിക് ഡിസോർഡർ ആണ്, എക്സ്ട്രീം കണ്ടീഷനിൽ മരണപ്പെടാം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതാണ് ഹൗ ദ കൗണ്ടർ കറന്റ് മെക്കാനിസം ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇൻ ദ മെഡുലറി ഇന്റർസ്റ്റീഷ്യം. ഓക്കെ, കൗണ്ടർ കറന്റ് മെക്കാനിസം ആണ് നിങ്ങൾ ഇവിടെ പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എങ്ങനെ കളക്ടിങ് ഡക്ട് നമ്മളെ pH അയോണിക് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ മെക്കാനിസത്തിലൂടെയാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ കളക്ടിങ് ഡക്ട് അല്ലെ, എങ്ങനെയാണ് കളക്ടിങ് ഡക്ട് pH പിന്നെ അയോൺസിന്റെ ഒക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എങ്ങനെയാണ് നമ്മൾ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക? എവിടെയാണടാ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതും നമ്മൾ ഈ മെക്കാനിസത്തിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓസ്മോലാരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം, എവിടത്തെയാണ്? അതായത് നമ്മൾ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലെ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം വാട്ടറിനെ നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ച് ആഗിരണം ചെയ്യാൻ, അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ഇത് ഹെൻലീസ് ലൂപ്പ് ആണ് കേട്ടോ. യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഹെൻലീസ് ലൂപ്പ് ആണ്. ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും മക്കളെ നോക്കിക്കടാ. ഇതാണ് ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ്, ഇതാണ് ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബ്. ഓക്കെ, പിന്നെ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് വാസാറെക്റ്റ. നമുക്കറിയാം ഹെൻലീസ് ലൂപ്പിന് അതേപോലെ തന്നെ പാരലൽ ആയിട്ട് എന്ത് റൺ ചെയ്യുന്നുണ്ട്? വാസാറെക്റ്റ. ഇത് വാസാറെക്റ്റയുടെ അസെൻഡിങ് ലിംബ് ആൻഡ് ഇതാണ് വാസാറെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ്. ഓക്കെ, വാസാറെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി വാസാറെക്റ്റയിലൂടെയുള്ള ബ്ലഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് 2 ലിംബിലും ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത് അല്ലെ. അതായത് വാസാറെക്റ്റയിലൂടെ എന്താ ഫ്ലോ ചെയ്യുന്നത്? ബ്ലഡ് ആണ് ഫ്ലോ ചെയ്യുന്നത് ആൻഡ് അതിന്റെ ഫ്ലോ ഡിസെൻഡിങ് ലിംബ് ടു അസെൻഡിങ് ലിംബ് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതേപോലെ ഹെൻലീസ് ലിംബിലൂടെ എന്താ ഫ്ലോ ചെയ്യുന്നത്? ഫിൽട്രേറ്റ് അല്ലെ. ഹെൻലീസ് ലിംബിലൂടെയുള്ള ഫിൽട്രേറ്റിന്റെ ഫ്ലോയും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. അതാണ് കൗണ്ടർ കറന്റ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ, കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതായത് എങ്ങനെ ഇത് മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിന്റെ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയാം. സോ ഇതെന്താണ്? മെഡുല്ലയാണ്, മെഡുല്ലയുടെ മെഡുലറി ഇന്റർസ്റ്റീഷ്യം. ഓക്കെ, മെഡുലറി ഇന്റർസ്റ്റീഷ്യം. ആൻഡ് ഇവിടെ നമുക്ക് ഒരാൾ കൂടി ഉണ്ടല്ലോ. ആരാണത്? അത് നമ്മുടെ കളക്ടിങ് ഡക്റ്റ് ആണ് കേട്ടോ. ഇതെന്താണ്? ഇത് കളക്ടിങ് ഡക്റ്റ് ആണ്. ഓക്കെ, സോ മക്കളെ നോക്കിക്കേ, നമ്മുടെ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഓൺലി പെർമിയബിൾ ടു വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. അപ്പം ഇതുവഴി ഫിൽട്രേറ്റ് പാസ് ചെയ്യുമ്പം എന്താണ് നമ്മുടെ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്? വാട്ടർ അല്ലെ. വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടും. വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് ചാടും. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഇത് ഞാൻ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് ചാടും. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫിൽട്രേറ്റിൽ നിന്ന് ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്. ആൻഡ് ഫിൽട്രേറ്റിൽ നിന്ന് സോൾവെന്റ് നഷ്ടപ്പെട്ടു, സൊല്യൂട്ട് മാത്രം കൂടി. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ് ഇൻക്രീസസ്. എവിടെ? ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. അങ്ങനെ ഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബിലെത്തി. അസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് ഓൺലി പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇംപെർമിയബിൾ ടു വാട്ടർ. സോ ഇവർ എന്തിനെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ? NaCl. ഓക്കെ, NaCl. അപ്പൊ NaCl മുഴുവനും മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലെത്തി കേട്ടോ, NaCl. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫിൽട്രേറ്റിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു? സൊല്യൂട്ട് നഷ്ടപ്പെട്ടു. സോ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ് ഇൻക്രീസസ് അല്ലെ? എവിടെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ് ഡിക്രീസസ്. എവിടെയാണ്? അതായത് അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. ഓക്കെ, അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. അപ്പൊ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിന് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? NaCl കിട്ടിയിട്ടുണ്ട്. അതേ സമയം തന്നെ നമ്മുടെ കളക്ടിംഗ് ഡക്ട് മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് എന്തിനെ റിലീസ് ചെയ്യും? യൂറിയ. എന്താണ്? യൂറിയ. സോ യൂറിയയും എവിടെ എത്തും? മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് എത്തും. അപ്പം ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ നിന്ന് NaCl, കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് യൂറിയ എല്ലാം കൂടി മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് എത്തുന്നു. ആൻഡ് ഇന്റർസ്റ്റീഷ്യത്തിന്റെ ഓസ്മൊലാരിറ്റി കൂടുന്നു അല്ലെ? ഓസ്മൊലാരിറ്റി കൂടും. അതുവഴി കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് മാക്സിമം വാട്ടറിനെ നമ്മൾ റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് നമ്മൾ എന്തിനെ റീഅബ്സോർബ് ചെയ്യും? മാക്സിമം വാട്ടർ നമ്മൾ ഇവിടെ റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി NaCl എന്താ സംഭവിക്കുക? ഈ NaCl നേരെ കയറുന്നത് നമ്മുടെ വാസ റെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിലേക്കാണ്. വാസ റെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബിലേക്ക് എന്ത് കയറും? NaCl കയറും കേട്ടോ, NaCl കയറും. എന്നിട്ട് ഈ NaCl നേരെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വന്ന് വാസ റെക്റ്റയുടെ അസെൻഡിങ് ലിംബിലേക്ക് എത്തും. അസെൻഡിങ് ലിംബിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? വീണ്ടും മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് ചാടും. ഓക്കെ, NaCl മുഴുവൻ എങ്ങോട്ട് ചാടി? നമ്മുടെ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് ചാടി. അപ്പോഴാണ് ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, എന്തിന്റെ റീഅബ്സോർപ്ഷൻ? വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. കാരണം NaCl മുഴുവനും മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓസ്മോലാരിറ്റി കൂടി അല്ലേ? സോ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, റീഅബ്സോർബ് ചെയ്യും. ഇനി എന്താ യൂറിയയ്ക്ക് സംഭവിക്കുക? ഇവിടെ യൂറിയ ഉണ്ടല്ലോ, യൂറിയയ്ക്ക് എന്താണ് സംഭവിക്കുക? ഈ യൂറിയ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ നിന്ന് നേരെ എങ്ങോട്ട് കയറും? നമ്മുടെ ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിലേക്ക് കയറും. ഓക്കെ, യൂറിയ. എന്നിട്ട് ഈ യൂറിയ പാസ് ചെയ്ത് വരും. പാസ് ചെയ്ത് എവിടേക്ക് തന്നെ തിരിച്ചെത്തും? കളക്ടിംഗ് ഡക്റ്റിൽ തന്നെ തിരിച്ചെത്തും. കണ്ടോ, യൂറിയക്ക് ഇവിടെ ഒരു സൈക്കിളാണ് സംഭവിക്കുന്നത് അല്ലെ? യൂറിയ ഇങ്ങനെ സൈക്ലിക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാൻ കാരണം മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിന്റെ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, മാക്സിമം വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ കൗണ്ടർ കറന്റ് മെക്കാനിസം. ഓക്കെ, ഇതാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം. എല്ലാ തവണയും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. പക്ഷേ ഒരു തവണ 2 മാർക്കിനും ഒരു തവണ 3 മാർക്കിനും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈസി അല്ലേ? ഒരാൾ ഒരു ഭാഗത്ത് നിന്ന് ചാടുന്നു, അത് അടുത്ത ഭാഗത്ത് കയറുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പഠിക്കാനേ ഉള്ളൂ കേട്ടോ. ആദ്യം നിങ്ങൾ പെർമിയബിൾ ഇംപെർമിയബിൾ ഈ കാര്യത്തിനെ കുറിച്ച് നല്ല ബോധം വേണം. എന്നിട്ട് ഒരു കഥ പോലെ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ഓക്കെ, സെറ്റ് ആയില്ല? അപ്പൊ നമുക്ക് 3 മാർക്ക് കിട്ടി, കണ്ടില്ലേ? അപ്പൊ ഇത്രയും നമുക്ക് ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ പറയുക ഈ എക്സാമിനും ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഈസി എന്നുള്ളത് കേട്ടോ. അപ്പോൾ മക്കളെ തിയറി മാത്രമല്ല പഠിക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ വരെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് എക്സാം എഴുതാനായിട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ബോട്ടണിയും സുവോളജിയും സെറ്റ് ആയല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വേദാന്തോ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. QR കോഡും ലിങ്കും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് വേദാന്തോ മലയാളം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് കിട്ടും. അവിടെ നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് അവരോടും പഠിക്കാൻ പറയാം. അവരും A+ ഫുൾ മാർക്ക് വാങ്ങട്ടടാ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും വാങ്ങാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും എക്സാം തകർക്കുന്നു നമുക്കറിയാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാൻ. ചിൽഡ്രൻ, ടാറ്റാ.